വാസ്തുശാസ്ത്രം നമ്മൾക്ക് തന്നത് ഒരു 18 ഋഷിമാരാണ്. ഈ 18 ഋഷിമാരുടെ പരമ്പരയിലാണ് നമ്മൾ വരിക. യഥാർത്ഥത്തിലുള്ള വാസ്തുശാസ്ത്രം ഈ 18 ഋഷിമാര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ സംഭാവനയാണ്. ഞാനൊന്ന് ചൊല്ലിത്തരും, എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലുക. ഭൃഗുരത്രീർവസിഷ്ഠശ്ച വിശ്വകർമാമയസ്തദാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മാ കുമാരോ നന്ദീശ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തദാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തു ശാസ്ത്രോപദേശക. 18 ഋഷിമാരുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. അടുത്ത 3 ദിവസം വാസ്തുശാസ്ത്രം വളരെ മനോഹരമായി പഠനം നടത്തി ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും എല്ലാം നേടാൻ കഴിയട്ടെ. സന്തോഷത്തോടുകൂടി ഒരു ദീർഘശ്വാസത്തിലേക്ക് എടുക്കാം. സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വിടാം. വളരെ സാവധാനം, പതുക്കെ 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 കണ്ണുകൾ തുറക്കാം. നമസ്തേ, സ്വാഗതം. കാണുന്നുണ്ടോ എല്ലാവർക്കും? എല്ലാവരും സ്വന്തം ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരാണ് ഇവിടെ ഇരിക്കണെന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാകുകയും. ഗ്രേറ്റ്. ഒളിച്ചിരുന്നിട്ട് നമ്മൾ പഠനം നടത്തരുത്, അതൊരു വലിയ തെറ്റാണ്. എന്ത് ചെയ്യുകയാണെങ്കിൽ അന്തസ്സോടുകൂടി സമൃദ്ധിയോടുകൂടി ചെയ്യുക, അല്ലെ അതിനുള്ള ചങ്കൂറ്റുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഏതൊരു ജ്ഞാനവും നമുക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ വരിക. അപ്പം 3 ദിവസത്താണ് നമ്മളുടെ പ്രോഗ്രാം വാസ്തുവിജ്ഞാൻ. എല്ലാവർക്കും സ്വാഗതം. നമസ്തേ. ഞാൻ ഡോക്ടർ നിശാന്ത് തോപ്പിൽ. കഴിഞ്ഞ 32 വർഷമായിട്ട് വാസ്തുശാസ്ത്രം പഠനം നടത്തുന്നു, പഠിപ്പിക്കുന്നു. പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നു, വാസ്തു പ്രചരിപ്പിക്കുന്നു. ഇതുമായിട്ട് കുറെ വർഷങ്ങളായി ഇതുമായിട്ട് ഇരിക്കുന്നു. ഗുഡ്. നമുക്ക് വാസ്തുവിജ്ഞാൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമുക്ക് 3 ദിവസമായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ നോട്ട്സ് വന്നിട്ടുണ്ടാവും, കണ്ടിരുന്നല്ലേ അല്ലേ? അല്ലേ, കിട്ടിയിട്ടില്ലേ? അല്ലേ, കിട്ടിയിട്ടില്ലേ അല്ലേ? വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? നോട്ട്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഓ, കിട്ടി കിട്ടി, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല എന്നല്ല, ഗംഭീരാണെന്നാ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് ഒരു കഷ്ണം കുഴപ്പം അവിടെ ഉണ്ട് എന്നാ. അപ്പൊ ഗംഭീരാണെന്നാണോ? അപ്പോഴാണ് നമുക്ക് ഇത് വരിക. നമ്മൾ തന്നെയാണ് ഈ കുറെ നെഗറ്റിവിറ്റി ഒക്കെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുക. എങ്ങനെയുണ്ട് സ്വന്തം തന്നെ? ആ കുഴപ്പമൊന്നുമില്ല. ഈ കുഴപ്പം എന്തിനാ ആക്കണത്? ഗംഭീരാണെന്ന് പറയുക, അപ്പോഴല്ലേ ഗംഭീരാകുക. ഗുഡ്. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം, സന്തോഷം. ഗുഡ്. ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു. ഗ്രേറ്റ്. ഏതായാലും നമുക്കൊന്ന് തുടങ്ങാം അന്നത്തെ ക്ലാസ്. ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയം ഉണ്ടാകും കേട്ടോ, അപ്പൊ ചോദിക്കാം. ഗ്രേറ്റ്. സ്വാഗതം. എന്താ നിങ്ങളെ സ്ക്രീനിൽ ഇപ്പൊ എന്താ കാണുന്നത്? വാസ്തു ഭാരതി, വാസ്തു വിജ്ഞാനം കാണുന്നുണ്ട് അല്ലേ?
ഓ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കോഴ്സിന്റെ പേരാണ് വാസ്തു. ആ 2 സിസ്റ്റം ഓപ്പൺ ചെയ്തു വെച്ചവരുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്യട്ടോ. അതുകൊണ്ടാണ് ഈ എക്കോ വരുന്നത്. 2 സിസ്റ്റം എന്ന് പറയുമ്പോ സൗണ്ടും അതായത് നമ്മളെ ലാപ്ടോപ്പും ക്യാമറയും ഒക്കെ ഒരുമിച്ചിട്ടൊക്കെ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു ഇതാണ്. അപ്പം വാസ്തുഭാരതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ്. നമ്മള് ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഒന്ന് മ്യൂട്ട് ചെയ്താൽ നല്ലതാണ്. അപ്പം വാസ്തുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ത്രിദിന വാസ്തുശാസ്ത്ര ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇനി വൈകുന്നേരം നിങ്ങൾ ഇപ്പോൾ സൂം മീഡിയ ഉപയോഗിച്ചിട്ട് ആക്കുകയാണ്. അതെ, നമ്മൾ ഈ ശ്രീനാരായണ ഗുരു എന്തോന്ന് പറഞ്ഞില്ലേനോ? എന്തേനോ പറഞ്ഞത്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ ഇത് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഒരു സാധനമാണ് സൂം. അപ്പൊ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഇടതുവശത്തായിട്ട് ഒരു മൈക്കിന്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അതൊന്ന് മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ മാത്രം അത് അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇതാക്കുക. കാരണം നിങ്ങളെ വീട്ടിലുള്ളതും നിങ്ങൾ പറയണൊക്കെ എല്ലാവരും കേൾക്കും. അപ്പൊ അതെല്ലാവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പൊ നമ്മളത് നോക്കുക. ആ ചോദ്യം ചോദിക്കേണ്ട സമയമുണ്ട്, ഞാനത് പറയാം കേട്ടാ. അപ്പൊ നമുക്ക് ഇതാക്കാം. ഇപ്പൊ വാസ്തുശാസ്ത്രത്തിന്റെ ലോകത്തിലേക്ക് സ്വാഗതം, സമൃദ്ധിയുടെ ലോകത്തിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് അബൻഡൻസ്. ഗുഡ്. ഇന്ന് അധ്യയന ദിവസം 1. സ്വാഗതം. അപ്പം ഒരു പ്രാർത്ഥനയുണ്ട്. ഓം സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖ വാക് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും സന്തുഷ്ടരാകട്ടെ, ആർക്കും അസുഖം വരാതിരിക്കട്ടെ, എല്ലാവരും എല്ലായിടത്തും ഐശ്വര്യം കാണട്ടെ, ആർക്കും ഒരിക്കലും സങ്കടം വരാതിരിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. എങ്ങും സമാധാനം സമാധാനം സമാധാനം. വാസ്തുശാസ്ത്രം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ശാസ്ത്രമാണ്. അപ്പൊ നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തിലെ ലോകത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. അപ്പം വെൽക്കം ടു ദ വേൾഡ് ഓഫ് വാസ്തുശാസ്ത്ര. ഇത് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് വാസ്തുവിന്. ഇത് പഠിച്ചിട്ട് വാസ്തു കൺസൾട്ടന്റ് ആകാം. വാസ്തുഭാരതി തൃശ്ശൂരാണ് വർക്ക് ചെയ്യണത്. 18 വർഷമായിട്ട് തൃശ്ശൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ വാസ്തുശാസ്ത്രം പഠിച്ചിട്ട് വാസ്തു കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളുടെ കോൺവക്കേഷന് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഒരു 30-40 കുട്ടികൾ വാസ്തു കൺസൾട്ടൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്ന് വന്നു വാസ്തുശാസ്ത്രം? വാസ്തുശാസ്ത്രം വന്നത് ഒരു 18 ഋഷിമാരിൽ നിന്നാണ്. ഋഷി സന്യാസി 2 വിഭാഗമാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ എന്താ? ഋഷിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം അറിയോ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്യാൻ. മുഴുവനായിട്ട് ത്യജിച്ച, എല്ലാ സുഖങ്ങളെയും ത്യജിച്ച ആൾക്കാരെ സന്യാസി എന്ന് പറയും. ഓക്കെ. ഇപ്പൊ ഋഷി എന്ന് പറഞ്ഞാലോ? ഋഷി എന്ന് പറഞ്ഞാല് അറിവ് ധ്യാനങ്ങളിലൂടെ സമ്പാദിച്ച അത് ബാക്കിയുള്ളവർക്ക് നല്ലതിന് വേണ്ടി പകർന്നു കൊടുക്കുന്ന ആൾക്കാര്. ഓ വെരി ഗുഡ്, നല്ല ആൻസർ ആണ് കേട്ടോ. അതായത് സന്യാസി എന്ന് പറഞ്ഞാൽ സന്യസിക്കുക. സന്യസിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ വേൾഡിൽ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും ഒരു അഗ്നിയിൽ അർപ്പിക്കുക, എന്നിട്ട് ആ അഗ്നി എടുത്ത് പുതപ്പിക്കുക. അതാണ് കാവ്യവസ്ത്രം. അങ്ങനെ സന്യസിച്ച ആളെ സന്യാസി എന്ന് പറയും. ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൃഹസ്ഥാശ്രമികളായ സന്യാസിമാരാണ്. അതായത് അവർക്ക് വീടുണ്ടാവും, കുട്ടികളുണ്ടാവും, മക്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവർക്ക് സമ്പത്ത് വേണം, സമൃദ്ധി വേണം, സ്വന്തമായിട്ട് പഠനശാല ഉണ്ടാവും, ഒരുപാട് ജ്ഞാനം ഉണ്ടാവും. അവരൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ്. ഇങ്ങനെയുള്ളവരെ ഋഷി എന്ന് പറയും. അപ്പോൾ ഒരു 18 ഋഷിമാരുണ്ട്. ഭൃഗുരത്ര വസിഷ്ഠശ്ച വിശ്വകർമാമയസ്തത നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷ പുരന്തര ബ്രഹ്മാകുമാരോ നന്ദീശ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശേത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശക. അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദശം എന്ന് പറഞ്ഞാൽ 10. അപ്പൊ അഷ്ടാദശം എന്ന് പറഞ്ഞാൽ 18 ഋഷിമാര്. ഇവരെ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വാസ്തുശാസ്ത്രത്തിലെ വിഷയം.
അപ്പൊ മത്സ്യപുരാണത്തിൽ 252 ചാപ്റ്ററിലാണ് ഇങ്ങനെയൊരു ഈ 18 ഋഷിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭൃഗു, അത്രി, വസിഷ്ഠൻ, വിശ്വകർമാവ്, മയൻ. അപ്പൊ ഇവരൊക്കെ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സുഹൃത്തുക്കളോട് ചോദിക്കും, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോട് ചോദിക്കും, അല്ലെങ്കിൽ കാരണവന്മാരുടെ അടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ മാഷയെടുത്ത് ചോദിക്കും. ഇപ്പൊ നമ്മൾ അധികം സുഹൃത്തുക്കളോടാണ് എല്ലാവരും ചോദിക്കുക, അല്ലേ? പക്ഷെ ഈ ഋഷിമാർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവരെന്താ ചെയ്യുക? അവർ കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും. അപ്പൊ പ്രപഞ്ചത്തില് അതിൻ്റെ ഓരോരോ ചുരുളഴിക്കും. അവർക്ക് വേണ്ട അറിവ് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ 18 ഋഷിമാര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ നോളേജാണ്, അറിവാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള വാസ്തുശാസ്ത്രം. ഈ 18 ഋഷിമാരുമായിട്ട് കണക്റ്റ് ആകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വാസ്തു കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ആള്. ഇതാണ് നോളേജ് ഇവിടെയുണ്ട്. നമ്മൾ അവരുമായിട്ട് കണക്റ്റഡ് ആയോ നമ്മുടെ ഉള്ളിൽ എല്ലാ നോളേജും വരും. ക്ലിയർ? ഇപ്പോൾ 18 ഋഷിമാരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഉപനിഷത്ത് എന്ന് പറയും. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, നിഷത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പൊ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു നോളേജ് ഒക്കെ കിട്ടണമെങ്കിലേ നമ്മൾ കുറേ സന്യാസിമാര് ഋഷിമാരെയൊക്കെ അടുത്ത് പോയിട്ട് ഇരുന്ന് അവർ പറയണൊക്കെ കേട്ട് അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ഇന്നിപ്പം കാലമൊക്കെ മാറി, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നില്ല ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരം ലഭിക്കുക, അല്ലേ? വേറെ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. നമ്മളെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. നമ്മളൊരു ശരിക്കും ഒരു ഭാഗ്യവാന്മാരാ, അല്ലേ? ഗുഡ്. അപ്പോൾ ഈ വാസ്തുശാസ്ത്രം പണ്ട് കാലത്ത് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നിങ്ങനെ ഓരോരോ ഋഷിമാരിൽ നിന്ന് ഉപനിഷത്ത്, ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, നിഷത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. എൻ്റെ ഗുരു പൂജ്യ ശ്രീ രവിശങ്കർജിയാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായതും പഠിക്കാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ അത് പിന്നെ എന്താണ്, ഈ വാസ്തുശാസ്ത്രം ഓരോ ആളുകളിലൂടെയൊക്കെ പോയി എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ബി ഹാപ്പി, സന്തോഷവാനായിരിക്കുക. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആസ് വെൽ ആസ് എ കമാൻഡ്. നല്ല ഹാപ്പി ആകുക, അതൊരു ബ്ലെസ്സിങ്, അനുഗ്രഹമായിട്ട് എപ്പോഴും ഉണ്ടാവും. അത് മാത്രമല്ല അതൊരു കൽപ്പനയും കൂടിയാ. നിങ്ങൾക്ക് ഭൂമിയിലുണ്ടോ, നിങ്ങൾ സന്തോഷവാനാകണം. അപ്പൊ ആരും സന്തോഷം തരുമൊന്നുമില്ല, അതിനുള്ള ഉത്തരവാദിത്വം എടുക്കുക, സന്തോഷവാനായിരിക്കുക. അതൊരു അനുഗ്രഹമാണ്, അതുപോലെ തന്നെ അതൊരു കൽപ്പനയാണ്. ദിസ് എ കമാൻഡ്. ആരും നിങ്ങൾക്ക് ഒന്നും തരാനൊന്നും പോണില്ല. നിങ്ങൾക്ക് സന്തോഷമാക്കണോ നിങ്ങൾ ഉണ്ടായിക്കൊള്ളുക, അതിനുള്ള 100% ഉത്തരവാദിത്വം എടുക്കുക. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ 18 ഋഷിമാരിലൂടെയൊക്കെ പറഞ്ഞു, കുറേ സന്യാസിമാരിലൂടെയും ഋഷിമാരിലൂടെയൊക്കെ കടന്നുപോയി. ഇപ്പൊ എന്താണ് വാസ്തു? വാട്ട് ഈസ് വാസ്തു? നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ പഠിക്കുന്നതും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വാട്ട് ഈസ് വാസ്തു? വാസ്തു എന്നാൽ എന്താണ്? അപ്പൊ പറയുന്നത് വാസ്തു മീൻസ് ദ വേ തിങ്സ് ആർ. ഇറ്റ് മീൻസ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. വാസ്തു മീൻസ് ദ വേ തിങ്സ് ആർ. ഇറ്റ് മീൻസ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ആർക്കെങ്കിലും ഇതിന്റെ മലയാളം എന്തായിരിക്കും എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, ഒരു ശ്രമം നടത്തുക, ഒന്ന് പറയുക, അതിന് ശേഷം വീണ്ടും മ്യൂട്ട് ചെയ്യുക. ഇതൊന്ന് മലയാളത്തിൽ ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് എന്ന് ഉത്തരം കിട്ടുന്നതാണോ? നോട്ട്സ് രാവിലെ തന്നതെന്ന് വായിച്ചേന്ന് കിട്ടിയതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാലും നന്നായി, നല്ലൊരു ശ്രമമാണത്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? വെറുതെ ഒരു, അല്ലെങ്കിൽ നമ്മളൊരു റേഡിയോ കേൾക്കുന്ന കാര്യമായി പോലെ, നമ്മൾ ടി വിനോട് റേഡിയോനൊന്നും അങ്ങോട്ട് പറയില്ലല്ലോ, അല്ലേ? നമ്മൾ ചോദിച്ചാലും ആരോടെന്ത് ചോദിച്ചാലും അത് എപ്പോഴും പറയുന്ന ഉത്തരം ഇതാണ്, അതായത് അത് അങ്ങനെയാണ്, അത് അങ്ങനെ ഉള്ളൂ എന്ന് പറയും. അതിൽ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൽ എപ്പോഴും അർത്ഥമായി വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ശ്രമം. ഞാൻ പറഞ്ഞുതരാം. വസ്തു എന്ന് പറഞ്ഞാൽ സാധനം, അല്ലേ? തിങ്സ് എന്ന് പറഞ്ഞാൽ സാധനം. വസ്തുക്കളുടെ വാസ്തവികത അതെങ്ങനെയാണോ അങ്ങനെ തന്നെ. വാസ്തു മീൻസ് ദ വേ തിങ്സ് ആർ. തിങ്സ് എന്ന് പറഞ്ഞാൽ സാധനം. അപ്പൊ വസ്തുക്കളുടെ വാസ്തവികത അതെങ്ങനെയാണോ അങ്ങനെ തന്നെ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്.
അതെങ്ങനെയാണ് അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ വെള്ളം എടുക്കുകയാണ്, വെള്ളം ഒഴിക്കുകയാണ്, വെള്ളം മേലേക്ക് പോവുക, താഴേക്ക് വരുമോ? താഴേക്ക് വരും. എന്തുകൊണ്ടാ? അതങ്ങനെയാ. നമ്മളിപ്പോ നേരെ മറിച്ച് അഗ്നി, തീ കത്തിക്കുകയാണ്, തീ മേലേക്ക് വരുമോ താഴേക്ക് വരുമോ? തീ എപ്പോഴും കത്തിക്കുമ്പോൾ മേലേക്കാ പോവുക, താഴേക്ക് അതിന് നാളങ്ങൾ വരുത്താൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? അതങ്ങനെയാ. നമ്മളൊരു കാന്തം എടുത്ത് ഇത് തൂക്കിയിടുക, കുറേ നേരം അതിങ്ങനെ തിരിഞ്ഞു കളിക്കും, പിന്നെ നോർത്തിലേക്ക് നേരെ വരും, ഇല്ലേ? അതെന്തുകൊണ്ടാ? അതങ്ങനെയാ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. സൂര്യൻ എന്തുകൊണ്ടാ കിഴക്കുദിക്കുന്നത്? അതങ്ങനെയാ. ഇതിനൊന്നും, അതായത് പ്രപഞ്ചത്തിന് കുറെ നിയമങ്ങളുണ്ട്, അത് പ്രകാരമാണ് പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത്, ഫങ്ഷനാണത്. അതിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ സൂര്യനോട് പറയണ കുറെ കാലമായി നിങ്ങൾ കിഴക്ക് വന്ന് ഉദിക്കണേ, നാളെ മുതൽ പടിഞ്ഞാറ് ഉദിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ നടക്കുവോ? ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അത് അങ്ങനെയാണ്, നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോളുക. അതിനൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ പ്രപഞ്ചത്തിന്റെ മെക്കാനിസം ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. വസ്തുക്കളുടെ വാസ്തവികത അതെങ്ങനെയാണോ അങ്ങനെ തന്നെ. നല്ല ഡെഫിനിഷൻ ആണല്ലേ? ഗുഡ്. ഇനി ഒരു ഡെഫിനിഷനും കൂടി നമുക്ക് നോക്കാം. മയമതം എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. മയമതം എന്ന് പറഞ്ഞാല് മയന്ന് കേട്ടിട്ടുണ്ടോ? മയാസുരൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എന്ന് പറഞ്ഞാൽ രാവണന്റെ ഭാര്യ മണ്ഡോദരി, മണ്ഡോദരിയുടെ അച്ഛനാണ് മയൻ. ഇദ്ദേഹം എഴുതിയ ബുക്ക് ഇപ്പോഴും ഉണ്ട്. ബ്രൂണോ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരുണ്ട്, അയാൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അയാൾ ഫ്രഞ്ചുകാരനാണ്, അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ മയമതത്ത് പറയുന്നതാണ് വസന്തി പ്രാണിനോ ത്രേതി വാസ്തു. എന്താണ്? വസന്തി പ്രാണിനോ ത്രേതി വാസ്തു. വേർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ലീവ്സ് ടുഗദർ. എവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതും ഒരുമിച്ച് വാഴുന്നോ അതിന് നമുക്ക് വാസ്തു എന്ന് പറയാം. അതായത് നമുക്ക് ജീവനുണ്ട്, ഇല്ലേ? ഉണ്ടോ? ജീവനില്ലാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കണ്ടോ? ജീവനുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ വീട്ടിന് ജീവനുണ്ടോ? വീട്ടിന് ജീവനില്ല. ഇപ്പൊ 2-3 ദിവസം വീട് പൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് രണ്ടാമത് തിരിച്ചു വരുമ്പോ എന്താവും? ഒരു നാറ്റമൊക്കെ ഉണ്ടാവും. ഇപ്പൊ വീട്ടിന് ശരിക്കും ജീവൻ ഉണ്ടാകണം എന്തുകൊണ്ടാ? നമ്മളുള്ളതുകൊണ്ടാ. സ്വർണം. അപ്പൊ ജീവനുള്ളതും ജീവനില്ലാത്തതും ചേർന്നുള്ള ഒരു ആവാസ വ്യവസ്ഥ, ഇതിനെ നമുക്ക് വാസ്തു എന്ന് പറയാം, അല്ലേ? ഇപ്പൊ വസന്തി പ്രാണിനോ ത്രേതി വാസ്തു. എടാ ഞാൻ തിരിച്ചു വിളിക്കുന്ന ഒരു ക്ലാസ്സിലാണ് കേട്ടോ. സോ നമ്മൾ ഈ ഇവിടെ വാസ്തു എന്ന് പറയുന്നത് ഒരു വേറിട്ട സാധനമൊന്നും അല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ഇത് നിങ്ങൾ എപ്പം പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും. നമ്മളെ ജോലി സ്ഥലമായാലും ശരി, വീടായാലും ശരി, അവിടെയൊക്കെ നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുക. എന്ത്? ജീവൻ ഉള്ളതും ഉണ്ടാവും, ജീവൻ ഇല്ലാത്തതും ഉണ്ടാവും. യെസ് ഓർ നോ? അപ്പൊ ഇത് ചേർന്നിട്ടുള്ള ആവാസ വ്യവസ്ഥയെ നമുക്ക് വാസ്തു എന്ന് പറയാം. വസന്തി പ്രാണിനോ, പ്രാണനുള്ളതും ത്രേതി ഇല്ലാത്തതുമായിട്ടുള്ളത്, അങ്ങനെയുള്ളതിനെ വാസ്തു എന്ന് പറയും. ക്ലിയർ? ഇതൊരു ഏകദേശം ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഡെഫിനിഷൻ. പിന്നെ വരുന്നതാണ് റെമഡിയൽ വാസ്തു. റെമഡിയൽ വാസ്തു എന്ന് പറഞ്ഞാൽ പരിഹാരം. ഇപ്പൊ വീടൊക്കെ ഉണ്ടാക്കിപ്പോയി, എന്ത് ചെയ്യാനാ? ഇങ്ങനെയൊക്കെയാ, എല്ലാം തലവ് തന്നെയാ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഒരു 3 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് വസ്തു. വസ്തു എന്ന് പറഞ്ഞാൽ സാധനം. ആദ്യം തന്നെ നമ്മൾ ആ വസ്തുവിനെ കുറിച്ചൊന്ന് പഠിക്കണം. എങ്ങനെയാണത്? വസ്തു മീൻസ് ഓബ്ജക്റ്റ്, സാധനം. ആദ്യം തന്നെ നമ്മൾ ആ വസ്തുവിനെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തണം. അതെങ്ങനെയാണ്, എന്താണ്, അതിന്റെ സ്ഥിതി എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കണം. എന്നിട്ട് വാസ്തു അപ്ലൈ ചെയ്യണം. അതെന്താ വസ്തുവും വാസ്തുവും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഏന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് വസ്തു എന്ന് പറഞ്ഞാൽ സാധനം എന്നാണ്. വാസ്തു എന്ന് പറഞ്ഞാൽ വസ്തുവിനെ കുറിച്ചുള്ള അറിവ്. ദി നോളേജ് അബൌട്ട് ദി വസ്തു ഈസ് കോൾഡ് വാസ്തു. ദി നോളേജ് അബൌട്ട് ദി ഓബ്ജക്റ്റ്. ഏത് നോളേജ്? 18 ഋഷിമാര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ നോളേജ്. അപ്പൊ ആദ്യം വസ്തുവിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് വാസ്തു അപ്ലൈ ചെയ്യണം, എന്നിട്ട് പറയുന്നതാണ് തഥാസ്തു. എന്താ തഥാസ്തു എന്ന് പറഞ്ഞാല്? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പക്ഷെ വാസ്തുക്കാര് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകും. നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ആമീൻ അല്ലെങ്കിൽ ആമേൻ എന്ന് പറയില്ലേ? അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അതാണ് തഥാസ്തു. പക്ഷെ വാസ്തുവില് നമ്മൾ വാസ്തു കൺസൾട്ടന്റ് ആയിരിക്കുന്നവർ കുറച്ചുകൂടി മുന്നോട്ട് പോകും.
അവർ പറയും ലെറ്റ് ഇറ്റ് ബി ദ വേ യു വാണ്ട് ടു ബി. നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരട്ടെ. നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരട്ടെ. അപ്പൊ ഇവിടെ ഒരു $1 ബില്യൺ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? വട്ട് യു വാണ്ട്, തും ക്യാ ചാത്തേ ഹോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതിന് ആൻസർ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ലൈഫ് സ്റ്റാർട്ടാകുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്മളെ വിശ്വസിക്കാണ്ട് മറ്റുള്ളവരിലും മറ്റുള്ളതിലും വിശ്വസിക്കും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് തന്നെ അറിയില്ല എനിക്ക് എന്താ വേണ്ടതെന്ന്, എന്നിട്ട് എന്താവും പുറമെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യം ആൻസർ ചെയ്യേണ്ടതാണ് എനിക്കിപ്പോൾ എന്താ വേണ്ടത്. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്കിപ്പോൾ എന്താ വേണ്ടത്, എന്നിട്ട് അതൊരു ഡയറിയിൽ എഴുതി വെക്കുക. അപ്പൊ തന്നെ ഹാഫ് ഡണ്ണായി എന്നാ. എന്താ ഇപ്പൊ വേണ്ടത്? അതിങ്ങനെയാണ് പ്രശ്നമൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ വേണ്ടത്? സോ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് എന്നിട്ട് വാസ്തുശാസ്ത്ര നിയമങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് തഥാസ്തു അങ്ങനെ ആക്കി മാറ്റുക. വസ്തുവിനെ കുറിച്ചും പഠിക്കുക, വാസ്തുശാസ്ത്ര നിയമങ്ങൾ അപ്ലൈ ചെയ്യുക, തഥാസ്തു ആക്കുക. അപ്പൊ തഥാസ്തു ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാണോ? അല്ലാണ്ട് എന്തെങ്കിലും തഥാസ്തു ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുക. അഥർവവേദം എന്ന് പറയും. അഥർവവേദത്തിൽ പറയുന്നതാണ് വാസ്തു. നമ്മളെ 4 വേദങ്ങളാണല്ലോ അല്ലേ ഉള്ളത്. അപ്പൊ അതില് അഥർവം എന്ന വേദത്തിലാണ് വാസ്തുശാസ്ത്രത്തിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ ഒരു ഉപവേദമാണ് സ്ഥാപത്യവേദം. ഇതിലാണ് വാസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ദർശനശാസ്ത്രം എന്ന് പറയും. ഇത് കുറെ തിയറിറ്റിക്കലായിട്ട് പോകില്ല കേട്ടോ. എന്നാലും നമുക്കൊരു ബേസ് ഇല്ലാഞ്ഞാൽ നമ്മളൊരു ശാസ്ത്രം പഠിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവരിത് പറയണേ ഇവരിത് പറയണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. എല്ലാവരും പറയണതനുസരിച്ച് നമ്മൾ എന്തുകൊണ്ട് മാറുന്നു? കാരണം നമുക്ക് അറിഞ്ഞൂടെ, അത് തന്നെ. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അറിവുള്ളവരും നമ്മളെ ചൂഷണം ചെയ്യും. ഭൂമിയിൽ 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് പറയും ഫോക്കസ്ഡ്, അതായത് എനിക്കെന്താ വേണ്ടത്, ഞാൻ എന്താ ആകേണ്ടതെന്നൊക്കെ നല്ല ബോധമുള്ള ആളുകൾ. 2 പറയും അൺഫോക്കസ്ഡ്, അതായത് എനിക്കെന്താ വേണ്ടത്, ഞാൻ എന്താ ആകേണ്ടതെന്നൊന്നും ഒരു ബോധവും ഇല്ലാത്ത ആളുകൾ. അപ്പം ഭൂമിയിലുള്ളവര് എന്താ ചെയ്യുക? ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ളവര് അൺഫോക്കസ്ഡ് ആയിട്ടുള്ളവരെ ഉപയോഗിക്കും. അപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ഫോക്കസ്ഡ് അല്ലയോ നിങ്ങളെ ബാക്കിയുള്ളവർ ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഉണ്ടെങ്കിൽ ശരി, അങ്ങനെയാണ് പ്രപഞ്ചം. അപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബി ഫോക്കസ്ഡ്. റെഡി? അപ്പോൾ ദർശനശാസ്ത്രത്തിൽ പറയുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പറയുന്നത് കായകൽപ്പം എന്നാ. കായം എന്ന് പറഞ്ഞാല് ശരീരം. ശരീരം. സാമ്പാറിലും കായം ഇടും അല്ലേ? ഇപ്പൊ കായം എന്ന് പറഞ്ഞാല് ശരീരം. അപ്പൊ ശരീരത്തിനെ കുറിച്ചിട്ട് കൽപ്പിക്കുന്നത് അതാണ് കായകൽപ്പം. അതാണ് ആയുർവേദം, ആയുസ്സിന്റെ വേദം. ഇതായിരുന്നു ഒന്നാമത്തത്. അത് നല്ല ആരോഗ്യവാനായിരിക്കണം. യെസ്. പിന്നെ രണ്ടാമത്തെ പറയുന്നതാണ് മനോകൽപ്പം. ഇന്ത്യൻ മനഃശാസ്ത്രം എന്താണെന്ന് അറിയോ? അതാണ് യോഗശാസ്ത്രം. എന്തിനാ ഇങ്ങനെയൊക്കെ കയ്യും കാലും ഒക്കെ വെച്ചിട്ടൊക്കെ ഇരിക്കണേ? നമ്മളെ ശരീരവും നമ്മളെ മനസ്സും നമ്മളെ ശ്വാസവും ഇതൊക്കെ തമ്മിൽ കണക്റ്റഡാ. അപ്പോ പതഞ്ജലി എന്ന മഹാഋഷി പറയാണ് യോഗ ചിത്രവൃത്തി നിരോധനം. അതായത് യോഗ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വൃത്തികളെ നിയന്ത്രിക്കലാണ്, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കലാണ്. അപ്പൊ ഇന്ത്യൻ മനഃശാസ്ത്രമാണ് യഥാർത്ഥത്തിലെ യോഗശാസ്ത്രം. മൂന്നാമത്തത് പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നതാണ് ഭാവി കൽപ്പം, നാളെ എന്താവും. അതിനെയാണ് ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുക, ഭാവി കൽപ്പം. പിന്നെ പറയുന്നതാണ് മനോരഞ്ജന കൽപ്പം, മനസ്സ് നല്ല ഹാപ്പി ആകണം. അതിനുള്ള ശാസ്ത്രമാണ് സംഗീതശാസ്ത്രം. ഈ 5 എണ്ണായിരുന്നു ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ കൾച്ചർ. 5 എണ്ണം എന്ന് പറയാൻ ഒന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ കായകൽപ്പം എന്ന് പറഞ്ഞാല് ശരീരത്തിനെ കുറിച്ചിട്ട്, മനോകൽപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിനെ കുറിച്ച്, ഭാവി കൽപ്പം എന്ന് പറഞ്ഞാൽ ഭാവിനെ കുറിച്ചിട്ട്, മനോരഞ്ജന കൽപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാസ്തുശാസ്ത്രം എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രമായിരിക്കും?
വാസ്തുശാസ്ത്ര ഈസ് ദ സയൻസ് ഓഫ് എന്തിനെ കുറിച്ചായിരിക്കും? നിങ്ങൾക്ക് ആൻസർ ചെയ്യുക. എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രമായിരിക്കും വാസ്തുശാസ്ത്രം? വെറുതെ നിങ്ങൾക്ക് അറിയണമെന്ന് പറയാ. അൺമ്യൂട്ട് ചെയ്യുക, പറയുക, വീണ്ടും മ്യൂട്ട് ചെയ്യുക. സമൃദ്ധിയാണോ? സമൃദ്ധിയുടെ ശാസ്ത്രം എന്ന് വേണം പറയാം. ഓക്കെ, ഗുഡ്. വേറെ എന്തെങ്കിലും? വേറെ എന്താണ് വേണ്ടത്? വാസ്തുവിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം. എന്തിനെ കുറിച്ചിട്ടുള്ള? വാസ്തുവിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം. ഈ വാസ്തു എന്ന് പറഞ്ഞാൽ എന്താ പണ്ടാരെന്നാണ് ചോദിക്കണത്? എന്താ വസ്തു- സംഭവം? എന്താ പറഞ്ഞല്ലോ. വസ്തു, സാധനം, സമ്പത്ത് എന്നൊക്കെ ആ. പറയാം. വസ്തു, ശാസ്ത്രം, സമ്പത്ത്. ഭൂമി. ഓക്കെ, ഭൂമി. ഓക്കെ, ഏകദേശമൊക്കെ അടുത്ത് വരുന്നത്. ഇത് എന്തിനാണ് ഇപ്പൊ ഇത് പഠിക്കണത്? ഇത് എന്താ ആവശ്യം? എന്താ? നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഗ്രഹത്തെ കുറിച്ചല്ലേ സാറേ? ഏനെ ഗ്രഹത്തെ കുറിച്ചല്ലേ? എനിക്കറിഞ്ഞൂടാ, നിങ്ങളെടുത്താ ചോദിക്കുന്നത്. വാസ്തുശാസ്ത്ര ഈസ് ദ സയൻസ് ഓഫ് എന്തായിരിക്കും? നിങ്ങളെ അഭിപ്രായത്തിൽ എന്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും? നിങ്ങൾ ഇതുവരെ എന്താ ധരിച്ചിരിക്കുന്നത്? പഞ്ചഭൂതങ്ങളെ കുറിച്ച് ആവാം. ഓക്കെ, പഞ്ചഭൂതങ്ങളെ കുറിച്ചുള്ള. ഓക്കെ, ഗുഡ്. നീറ്റ് ജീവനെ കുറിച്ച് പഞ്ചഭൂതത്തിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ഗുഡ്. എന്ത് കാര്യത്തിന് അതിപ്പം പഠിക്കണ്? ഹാപ്പി ആവാൻ വേണ്ടിട്ട്. ഹാപ്പി ഹാപ്പി ആകുക. ഹാപ്പി ആകുക എന്ന് പറയുന്നത് ഏകദേശം അടുത്ത് വരുന്നുണ്ട്. ഹാപ്പി ആകുക എപ്പോഴാ? നമ്മുടെ പുരുഷാർത്ഥങ്ങൾ നേടാനും വലിയ വാക്കൊന്നും പറയണ്ട, നമുക്ക് സമൃദ്ധി സാധാരണക്കാരന്റെ ഭാഷ പറയാം. അപ്പൊ സമൃദ്ധി. പ്രകൃതിയായിട്ട് ഇണങ്ങി ചേരാം. ഏനെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാം. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ധരിച്ചിരിക്കുന്നത് ഒന്നുമല്ല വാസ്തുശാസ്ത്രം. ഇനി ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. വാസ്തുശാസ്ത്ര ഈസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ലക്ക്. ഭാഗ്യകൽപ്പം. എങ്ങനെ ഭാഗ്യം ഉണ്ടാക്കാം, ഇതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. നമ്മളിപ്പം വീട്ടിനെ കുറിച്ച്, പഞ്ചഭൂതങ്ങളെ കുറിച്ച് ഇതൊക്കെ പറയണ എന്തിനു വേണ്ടിയിട്ട്? ഹാപ്പി ആകുക എന്നുള്ള ഒരു ഭാഗ്യം സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റും. അതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. എങ്ങനെ ജീവിതത്തിൽ ഭാഗ്യം സൃഷ്ടിക്കാം, കാലാകാലങ്ങളിൽ, സമയാസമയങ്ങളിൽ വേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണില്ലയോ അതിന്റെ അർത്ഥം നമ്മളെ താളവും പ്രപഞ്ചത്തിന്റെ താളവും തമ്മിൽ എവിടെയോ ഒരു മിസ്മാച്ച് ഉണ്ടെന്ന. വാസ്തുശാസ്ത്ര ഈസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ലക്ക്. ഭാഗ്യകൽപ്പമാണ് വാസ്തുശാസ്ത്രം. എങ്ങനെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കാം, അതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഈ ഇന്ത്യൻ നോളേജുകൾ എന്ന് പറയുന്നത് ശരിക്കും അൾട്ടിമേറ്റാ. പക്ഷെ നിർഭാഗ്യവശാൽ എന്താണെന്ന് പറയുക, നമ്മളെ നോളേജുകളൊക്കെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുറേ കാലം നമ്മൾ അടിമയായിട്ടുള്ള രാഷ്ട്രമായിരുന്നു. എങ്ങനെയാ അടിമയായത്? അടിമയാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിയോഗിച്ചു. അയാളുടെ പേരാണ് ലോർഡ് മെക്കാളെ. ഇന്ത്യൻ നോളജസ്. അപ്പൊ ഇദ്ദേഹം 1835 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ഐ ഹാവ് ട്രാവൽഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ്റെ തലങ്ങും വിലങ്ങും ഞാൻ സഞ്ചരിച്ചു. പക്ഷെ എനിക്കൊരു ഭിക്ഷക്കാരനെയോ ഒരു ദരിദ്രനെയോ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത്രയും വെൽത്ത് ഉണ്ട് ഈ രാജ്യത്തില്. അത്രയും നല്ല പ്രോസ്പറസ് ആയിട്ടുള്ള രാജ്യമാണിത്. എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്തിലെ ജനങ്ങളുടെ അത്രയും കാലിബറുകളാണ്. നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് വി ബ്രേക്ക് ദ വെരി ബാക്ക് ബോൺ ഓഫ് അവർ നേഷൻ. ഈ രാജ്യത്തിന്റെ നെട്ടലിനെ നമ്മൾ തകർക്കണം. അതെന്താണ്? വിച്ച് ഈസ് എ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടും ആ ഒരു ഹെറിറ്റേജ് പാരമ്പര്യത്തിനെ നശിപ്പിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഈ രാജ്യത്തിനെ കീഴടക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് ലോർഡ് മെക്കാളെ അവതരിപ്പിച്ച സാധനം തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ സിസ്റ്റം. അപ്പോൾ അവരെന്താ ചെയ്തത്? വി റീപ്ലേസ് ഹെർ ഓൾഡ് ആൻഡ് അവളുടെ ഈ പാരമ്പര്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാറ്റണം. അങ്ങനെ അവർ മാറ്റി. നമ്മളിവിടെ ഒരു ഗുരുകുല സമ്പ്രദായമൊക്കെ ആയിരുന്നു. പിന്നെയോ അവര് ഇവിടുത്തെ സംസ്കാരത്തിനെ മാറ്റാനായിട്ട് പുതിയ റിലീജിയൻ, പുതിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അവരതിൽ വിജയിച്ചു. ഇന്നും നമ്മൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലേ ഉള്ളൂ നന്നാകുള്ളൂ എന്നാ, ബാക്കിയൊക്കെ പൊട്ടത്തരുന്ന. ഇന്ത്യൻ ഷുഡ് അഷെയിംഡ് ഓഫ് ദെയർ ഓൺ സെൽഫ് കൾച്ചർ.
അത് നമ്മൾ തന്നെ നമുക്കുള്ളതിന് സെൽഫ് എസ്റ്റീം, അവരുടെ എന്താ നമ്മളെ സ്വയം ബോധത്തിന് നശിക്കണം, അല്ലെ ആത്മാഭിമാനം നഷ്ടപ്പെടണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷാണെല്ലാം, എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി എ ട്രൂലി ഡോമിനേറ്റഡ് നേഷനായി മാറണം. അതിലവർ വിജയിച്ചു. 1835 മെക്കാളെ പ്രഭു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു 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 റെസൊല്യൂഷൻ പാസ്സാക്കിയതാണിത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴും അതിന്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള ശാസ്ത്രങ്ങളൊക്കെ എന്തായി? വേസ്റ്റായി, ഒന്നിനും കൊള്ളാത്തതായി. അതിന്റെ ഇത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ കായകൽപ്പം എന്ന് പറഞ്ഞാല് ശരീരം. കായകൽപ്പം എന്ന് പറഞ്ഞ സംഭവം എന്താ? കായം എന്നാണ് ശരീരം. കായകൽപ്പം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ കുറിച്ചുള്ള ശാസ്ത്രം, അതാണ് ആയുർവേദം. ക്ലിയർ. രണ്ടാമത് പറയുന്നതാണ് മനോകൽപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, മനസ്സിനെ കുറിച്ചുള്ള ജ്ഞാനാണ് മനോകൽപ്പം, അതാണ് യോഗശാസ്ത്രം. പിന്നെ പറയുന്നതാണ് ഭാഗ്യകൽപ്പം, എങ്ങനെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കാം, അതിനുള്ള ശാസ്ത്രമാണ് എന്ത്? വാസ്തുശാസ്ത്രം. പിന്നെ പറയുന്നതാണ് ഭാവി കൽപ്പം, നാളെ എന്താകും, അതാണ് ജ്യോതിഷശാസ്ത്രം. പിന്നെ പറയുന്നതാണ് മനോരഞ്ജന കൽപ്പം, സംഗീതശാസ്ത്രം. ഇത് 5 എണ്ണമായിരുന്നു ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ നെട്ടല് എന്ന് പറയുന്നത് ഇത് 5 എണ്ണമായിരുന്നു. അപ്പൊ അതൊക്കെ അവര് ഉടച്ചങ്ങോട്ട് തീർത്തു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരം പോലും നമുക്ക് ഇഷ്ടമില്ലാണ്ടായി. നമ്മൾ എന്താണ് അറിഞ്ഞോ അറിയാതെയോ യൂറോപ്യൻ കൾച്ചറിലായി. നമ്മളെ ഇവിടുത്തെ ശാസ്ത്രങ്ങളൊക്കെ എവിടെയോ നഷ്ടമായി. അപ്പൊ വാസ്തുഭാരതി ഈ ശാസ്ത്രങ്ങളെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ക്ലാസ്സും ഒക്കെ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഭാഗ്യം 3 തരത്തിലാണ്. ഞാൻ പറഞ്ഞു ഭാഗ്യത്തിന്റെ ശാസ്ത്രമാണ്. ഈ ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് 3 തരത്തിൽ നമ്മളെ ജീവിതത്തിൽ ഭാഗ്യം വരാം. ഒന്നാമത് പറയുന്നതാണ് ഹെവൻ ലക്ക് എന്ന് പറയും, ജന്മനാ ഉള്ള ഭാഗ്യം. അതെന്ന് പറഞ്ഞാല് നമ്മള് ചില ആള് അംബാനീന്റെ മോനായിട്ട് ജനിക്കും, അല്ലേ? ചില ആളോ ഫുട്പാത്തിലായി പോകും. ഈ ജനിച്ചു വീഴുന്നതിൽ നമുക്ക് വല്ല സ്വാധീനം ഉണ്ടാവും? എന്ത് ചെയ്യാനാ, പെട്ടുപോയി, അല്ലേ? നമുക്ക് മുന്നേ അറിയെങ്കിൽ നമുക്ക് അംബാനീന്റെ മോനൊക്കെ ആയിട്ട് ജനിക്കായിരുന്നു. പക്ഷെ എന്താ, എന്നാലും നമ്മൾ ഭാഗ്യവാന്മാരാ. നമ്മളാരും ഫുട്പാത്തിലല്ലല്ലോ ജനിച്ചത്, നല്ല സംസ്കാരത്തിലും നല്ല അച്ഛൻ്റെയും അമ്മേന്റെയും മക്കളായിട്ടാണ് ജനിച്ചത്, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ശാസ്ത്രം പഠിക്കാനോ ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു മനസ്സ് വന്നത്, അല്ലേ? ഇല്ലെങ്കിൽ എന്താവും, നിങ്ങൾക്ക് വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ട് ഓടി നടക്കണുണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ മാതിരി എന്താ ഏതോ ഫുട്പാത്തിലൊക്കെ കിടന്ന് ഒന്നും അറിയാണ്ട് വെറും ഒരു, നമ്മൾ ശരിക്കും ഭാഗ്യവാനാണെന്നേ. നമുക്ക് ഇത്രയും ഒരു നല്ലൊരു സംസ്കാരം കിട്ടി, നല്ലൊരു വീട്ടിലിരിക്കാനായി. യെസ് പറഞ്ഞോ? ഇപ്പൊ 40% ഭാഗ്യം ഇതാണ്. ഒരാൾ ഇസ്ലാമാണ്, ഒരാൾ ക്രിസ്ത്യനാണ്, ഒരു ഹിന്ദു ആണ്. ഇതൊക്കെ എവിടെയാണോ നമ്മൾ ജനിച്ചത് അതിനനുസരിച്ചിട്ടാണ്. ബാക്കി എത്രയുണ്ട്? 60%. ഇതിൽ 25% പറയുന്നത് പേഴ്സണൽ ലക്ക് എന്നാണ്. പേഴ്സണൽ ലക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഭാഗ്യം, അതായത് നമ്മളെ അധ്വാനം കൊണ്ടുള്ളത്. പറയുന്നതാണ്, യു ക്യാൻ ഗോ ഫോർ വൈൻ, യു ക്യാൻ ഗോ ഫോർ ഡിവൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈനിന് വേണ്ടി പോകാം, നല്ല അച്ചടക്കത്തോടുകൂടി ക്യൂ ഒക്കെ നിന്ന് ബീവറേജിന്റെ മുന്നിലൊക്കെ നിന്ന് അത് മേടിക്കാം. അല്ലെ യു ക്യാൻ ഗോ ഫോർ ഡിവൈൻ. ആധ്യാത്മികമായിട്ടുള്ളതിലും നമുക്ക് പോകാം. വേണമെങ്കിൽ ഒരു അമ്പലത്തിൽ പോകാം, വേണമെങ്കിൽ ബീവറേജിൽ കാത്തു നിൽക്കാം. ആരാ തീരുമാനിക്കണ്ടേ? നമ്മളല്ല, ഞാൻ. അങ്ങനെ പൊതുവായിട്ട് ജനറലൈസ് ചെയ്തിട്ട് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, നടക്കൂല. നിങ്ങളെ സമ്പന്നനാക്കണോ ഒരൊറ്റ വ്യക്തിക്ക് അതിന് കഴിയുള്ളൂ, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക്. 2 ആളുകളേ ഉള്ളൂ നന്നാവണമെന്ന് ആഗ്രഹിക്കണുള്ളൂ. നന്നാവണോ, നന്നായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണോ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന 2 ആളുകളേ ഉള്ളൂ. ഒന്നാമത്തെ കക്ഷി നിങ്ങൾ തന്നെയാ. നന്നായിട്ട് സമ്പത്ത് ഉണ്ടാവണോ, നല്ല സ്വസ്ഥമായിട്ട് മനസ്സമാധാനത്തോടുകൂടിയൊക്കെ ഉറങ്ങാൻ പറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആള് നിങ്ങളാ. 2ാമത്തെ ആളെ പറയും കള്ളന്മാരെന്ന് പറയും. കാരണം നിങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങിയാലേ അവർക്ക് കേൾക്കാൻ പറ്റുക. അപ്പൊ നിങ്ങളെ നന്മ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാള് കള്ളനാണെന്ന്. നന്നായിട്ട് സമ്പത്ത് ഉണ്ടാടേ, നന്നായിട്ട് ഇയാൾ ഉറങ്ങണേ എന്ന്. പിന്നെ അതിനുള്ള ഒരാള് നിങ്ങൾ മാത്ര, വേറെ ആരും ഒന്നുമില്ല.
ഇനി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടത്തരാണ്, ഒക്കെ മാറ്റി വെച്ചാളി. എല്ലാ കുട്ടികൾക്കും എല്ലാ ആളുകൾക്കും കഷ്ടം. ഇപ്പൊ കുറച്ച് പ്രശ്നത്തിലാ. അപ്പൊ സന്തോഷായി. ഇപ്പൊ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊക്കെ അറിഞ്ഞൂടെ ഓൻ എങ്ങനെയുള്ള സാധനം മാറി. അപ്പൊ നന്നാകണം എന്ന ആഗ്രഹമുള്ള ഒരൊറ്റയാള് ഞാനേ ഉള്ളൂ. ആര്? നിശാന്തോപ്പിലല്ല, ഞാൻ. ഓക്കെ. അപ്പൊ നമ്മളെ നന്നാക്കാൻ 100% ഉത്തരവാദിത്വം ആരെടുക്കുക? ഞാൻ എടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൈനിൽ വേണ്ടിയിട്ട് ഇടാം, വേണമെങ്കിൽ ഡിവൈനിൽ വേണ്ടിയിട്ട് ഇടാം. എവിടെ എൻ്റെ ഊർജം ഇടണം എന്ന് തീരുമാനിക്കേണ്ട ആരാണ്? ഞാനാണ്. ഇത് സാധാരണക്കാരന് 25% ഉള്ളൂ. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, പൂജ ചെയ്യുക, പ്രാർത്ഥന നടത്തുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ 25 കൂടി 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 വരും. നമ്മൾ കുറച്ചുകൂടി പ്രപഞ്ചത്തിന്റെ ബോധത്തിലേക്ക് അടുക്കും. ശരിക്കും ഒരുപാട് പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ടല്ല ധനം വരിക. അത് നമ്മളൊരു ഊർജം, ഒരു എലിവേറ്റഡ് ആകുകയാണ്. അപ്പൊ അതിനനുസരിച്ച് സാധനം വരും. ഇത് വരുന്നത് 25%. അപ്പൊ നേരത്തെ പറഞ്ഞത് ജന്മനാ ഉള്ളത് 40%. ഓക്കെ. പിന്നെ ഉള്ള നമ്മളുടെ ഇത് പേഴ്സണൽ ആയിട്ടുള്ളത് 25%. അപ്പൊ അത്രയും 65%. ബാക്കിയുള്ള 35% കർമ്മഭാഗ്യം എന്ന് പറയുന്നതാണ് നമ്മളെ അധ്വാനം കൊണ്ടുള്ളത്. പിന്നെ പറയുന്ന 35% ഭൂമി എന്നുള്ള ഭാഗ്യം, എർത്ത് ലക്ക്. അതായത് നമ്മളിപ്പോ നല്ലൊരു പൂന്തോട്ടത്തിൽ ഇരിക്കുക, നമുക്ക് ഇഷ്ട നേരം ഒരുപാട് നേരം ഇരിക്കുക അല്ലേ? യെസ് ഓർ നോ? അതേ സമയത്ത് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിലോ അത് ഞാൻ ഇരിക്കാൻ പറ്റുമോ? ഒരു നല്ലൊരു പ്രകൃതി മനോഹരമായ സ്ഥലത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കുക. ഒരു അമ്പലത്തിൽ വേണം കുറെ നേരം ഇരിക്കാം, പള്ളിയിൽ കുറെ നേരം ഇരിക്കാം. അതേ സമയത്ത് ഒരു മീൻ മാർക്കറ്റിൽ എത്ര നേരം നമ്മൾ ഇരിക്കും? അതായത് നമ്മൾ എവിടെയാണോ ആ ചുറ്റുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചില വീട്ടിൽ പോയാല് നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോകണ അറിയില്ല. ചില വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ വരാം കേട്ടോ, കുറച്ച് തിരക്കില്ല, എങ്ങനെയെങ്കിലും നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ആദ്യം പറഞ്ഞതിന് പറയാ പോസിറ്റീവ് എന്ന് പറയാം. അതായത് നമ്മൾ എവിടെയാണോ ഇരിക്കുമ്പോൾ സമയം പോകണ അറിയില്ല, ഒരുപാട് സന്തോഷം ഉണ്ടാകുക, ഒരു കാരണമില്ലാണ്ട് നല്ല ഹാപ്പി ആകുക, അത് പോസിറ്റീവാ. എവിടുന്നാണ് എപ്പോഴും ടെൻഷൻ, എപ്പോഴും വഴക്ക്, എപ്പോഴും കുറ്റം പറയൽ ഇതുണ്ടോ മനസ്സിലാക്കുക, എനർജി ഈസ് നെഗറ്റീവ്. അവിടെ എന്തോ ഒരു പ്രശ്നമായിട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ താളവും പ്രപഞ്ചത്തിന്റെ താളവും എവിടെയോ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ ഭൂമി എന്നുള്ള ഭാഗ്യം എന്ന് പറയുന്നത് സാധാരണ വരുന്ന 35%. യഥാർത്ഥത്തിൽ ഈ 3 തരത്തിലേ നമുക്ക് ഭാഗ്യം വരുള്ളൂ. ഒന്നാമത്തെ പറയുന്നത് 40% നമ്മൾ ജന്മനാ ഉള്ളത്. ഇനി ഇത് വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഒന്ന് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക. സത്യം പറയാം, നമ്മളെ ഏരിയ വളരെ കുറവാ. ഒന്ന് ജന്മനാ കിട്ടുന്നത്, 2 നമ്മളെ അധ്വാനം കൊണ്ട് കിട്ടുന്നത്. ഓക്കെ. അതാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഇളനാട് എന്ന് പറഞ്ഞ പാലിന്റെ ആളെ കണ്ട് പരിചയപ്പെട്ടു. HEF മീറ്റിംഗ് പരിചയപ്പെട്ട്. ഇപ്പൊ മൂപ്പര് ആദ്യം മുതൽ എന്താ ചെറുപ്പം മുതൽ പത്രം ഇടാൻ പോലും അതും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് 700 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ മുതലാളിയാണ്. അല്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആരോ ഉത്തരവാദി? അദ്ദേഹം അധ്വാനിച്ചു, അദ്ദേഹത്തിനായി. ഞാൻ അധ്വാനിച്ചാൽ എനിക്കുണ്ടാവും, നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ 25%ത്തിലാണ് അത് കിടക്കണത്. പിന്നെ പറയുന്നതാണ് വാസ്തു. അതായത് നമ്മൾ എവിടെയാണോ, ഏത് വീട്ടിലാണോ താമസിക്കുന്നത്, ഏത് സ്ഥലത്തിലാണോ വർക്ക് ചെയ്യണത്, അവിടുത്തെ ഊർജം നമ്മളെ സ്വാധീനിക്കും. നമ്മളെ സ്വഭാവം, നമ്മളുടെ കർമ്മം, നമ്മളെ ഇഷ്ടം, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറയാനുള്ളൂ. നമ്മളെ ഈ ഒരു ഇതിൽ 40%, 25%, 35% ഇതിലൊന്നും നമ്മൾ വർക്ക് ചെയ്യണം. 40%-ൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ജനിച്ചു കഴിഞ്ഞല്ലോ, ഇതൊന്നും ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഈ 25-ലും 35-ലും നമുക്ക് കളിക്കാം. നല്ലൊരു കളിക്കാരനായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ വിജയിക്കാം. ദരിദ്രനായിട്ട് നിങ്ങൾ ജനിച്ചത് ആരും ഉത്തരവാദിയാ? നിങ്ങൾ ഉത്തരവാദിയല്ല, നിങ്ങൾ ജനിച്ചു പോയതാ. പക്ഷേ ദരിദ്രനായിട്ട് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ആരാണ് ഉത്തരവാദി? നിങ്ങൾ മാത്രമാണ്, അല്ലേ? അപ്പൊ ഈ വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. അപ്പൊ ഇതിലെന്താണ് വേണ്ടത്?
ഈ ദോഷം എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് മാറ്റുക. ഒരു വാസ്തുക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷം പറഞ്ഞീനാ, വാസ്തുക്കാരനെ വിളിക്കാൻ എല്ലാവർക്കും പേടിയാ. അയ്യോ, ഇയാൾ ഇനിയിപ്പോ എവിടെയാ പൊളിക്കാൻ പറയാന്ന് പറയാൻ പറ്റൂലല്ലോ, അല്ലേ? എന്താ ദോഷം, എന്താ പ്രശ്നം? ഈ ദോഷം ആ കൂടി മലയാളിക്ക് അറിയണ 3 വാക്കാ. ഒന്ന് വാസ്തു, പിന്നെ ദോഷം, മൂന്നാമത്തെ ഒരു കന്നിമൂലയും. ഈ 3 വാക്കാണ് ഒരു മലയാളിക്ക് അറിയണ വാക്കുകൾ. അപ്പൊ ഈ ദോഷം എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ എന്തുണ്ടാക്കുക? ഭാഗ്യം എന്നാക്കുക. ഭാഗ്യം ഉണ്ടാക്കാനുള്ള ശാസ്ത്രമാണ് ഭാഗ്യകൽപ്പം. ഇങ്ങനെയുള്ളവരെ ശരിക്കും പറയാം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് എത്ര ആളുകളെയാണ് ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ. അവര് അത് മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരാളുകളാ മലയാളി. എല്ലാത്തിനും അതിന്റെ ഒരു സംസ്കാരമുണ്ട്. നമ്മൾ ആ സംസ്കാര സമ്പന്നനായേ പറ്റൂ. അപ്പൊ നമ്മൾ ദോഷം മാറ്റുക, ഭാഗ്യാക്കുക. ഇനി നിങ്ങൾക്കുള്ള സമയ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഗുഡ്. അപ്പൊ ആദ്യം തന്നെ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കുക. എന്നിട്ട് എന്താക്കുക, നമ്മള് ചോദിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് പറയണൊക്കെ നാട്ടുകാർ മുഴുവൻ കേൾക്കണുണ്ടെന്ന് ഒരു ബോധം ഉണ്ടാക്കുക കേട്ടോ. ഒരു സാമാന്യ ബോധത്തിൽ നമുക്ക് വേണ്ടേ? ചോദിച്ചോളൂ. നമസ്കാരം. ഈ കന്നിമൂല മറ്റേ അഗ്നിമൂലയില് വീടിന്റെ അടുക്കള വന്നു കഴിഞ്ഞാൽ അടുക്കള അതുമായി ബന്ധപ്പെട്ടൊരു വർക്ക് ഏരിയ വരും. വർക്ക് ഏരിയയിൽ വെള്ളത്തിന്റെ ഒരു പ്രശ്നം. വർക്ക് ഏരിയയിൽ അങ്ങനെ വെള്ളം ഉണ്ടാവില്ല. ആ സൈഡിൽ വെള്ളത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അഗ്നിമൂലയിലായതുകൊണ്ട് വെള്ളവും തമ്മിൽ എങ്ങനെ മൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂല എന്ന് പറഞ്ഞാൽ ഒരു കോണ് എന്നാ പറയാ ശരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. അവിടെ നോക്കട്ടെ. സ്റ്റോപ്പ്. മൂല എന്ന് പറഞ്ഞാൽ കോണ്. അപ്പൊ ആ കോണിൽ എന്തുണ്ടാകണം? അഗ്നി ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നുമില്ല. ഓക്കെ. അഗ്നിമൂല അല്ലെങ്കിൽ അഗ്നികോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ ഒരു പർട്ടിക്കുലർ കോർണറാ. ആ കോർണറിൽ എന്തുണ്ടാകുക? അഗ്നി മാത്രം. അവിടെ അഗ്നി ഉണ്ടാകുക, അത്രയേ ഉള്ളൂ. അടുക്കളയില് കൈ കഴുകാഞ്ഞാൽ ശരിയാകുമോ? പാത്രങ്ങളൊക്കെ കഴുകൊക്കെ വേണ്ടി വരുമോ? പക്ഷെ ആ കോർണറിൽ എന്തുണ്ടാകുക? അഗ്നി ഉണ്ടാകുക. ക്ലിയർ? അടുത്ത ചോദ്യം. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. അൺമ്യൂട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, വീണ്ടും മ്യൂട്ട് ചെയ്യുക. എന്ത് വേണം ചോദിച്ചോളൂ. ആരാണെന്ന് എനിക്കറിയാം. ഒരേ ആളുടെ ഇതിൽ നിന്നാണ് അത് വരുന്നത്. അതെ, ഞാൻ തന്നെയാണ് സാർ ചോദിക്കുന്നത്. അത് അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ഇതെന്താണെന്ന് അറിയാം, നമ്മൾ ഇതിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അതേ നമ്പറിന് നമുക്ക് തിരിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, ചോദിച്ചോളൂ. എല്ലാവർക്കും ചോദിക്കട്ടോ, ഒരു പ്രശ്നവും ഇല്ല. കുറച്ചു നേരമേ ഉള്ളൂ. സാർ നമസ്കാരം. പിന്നെ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കാർ പിന്നെ ബിൽഡിംഗ് എല്ലാം എടുക്കുന്നുണ്ട്. അത് വാസ്തുശാസ്ത്രം നോക്കാണ്ടല്ലേ എടുക്കുന്നത്. അപ്പൊ അവരെല്ലാം വിജയിക്കുന്നത് നിങ്ങൾക്ക് വേണോ വേണ്ടിയോ? ആൾക്കാരെങ്ങനെ പലതും ചെയ്യും, അത് ആൾക്കാരെ ഇഷ്ടാ. നിങ്ങക്ക് വേണോ വേണ്ടിയോ? സാർ ശരിയാണ്, ഞാൻ ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് വെരി ഗുഡ്, നല്ലതാണത്. അത് നോക്കുന്നതല്ലേ നല്ലത് എന്നുള്ള അഭിപ്രായം ചോദിക്കേണ്ടിരുന്ന സാറോട്. വെരി ഗുഡ്. നോക്കുന്ന അഭിപ്രായം ചോദിക്കുന്ന ഞാനത് അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ 10-32 കൊല്ലമായിട്ട് ഇതിൽ തന്നെ നിൽക്കണത്. റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ സബ്ജക്റ്റിലായിട്ട് കുറെ കാലമായി. നല്ലതാണ്. അതായത് ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാണെന്ന് അറിയോ? ഈ പ്രപഞ്ച. ഒരു മാങ്ങയുടെ വേണ്ടി കുഴിച്ചിടും, മാവുണ്ടാവും. എത്ര മാങ്ങ ഉണ്ടാവും? ആയിരക്കണക്കിന്, അല്ലേ? അതെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ആ കൂടി ഒരു മാങ്ങയുടെ അണ്ടി. യെസ്. റിസൾട്ടോ? അപ്പൊ ഇത് ഇങ്ങനെ നമ്മളെ ലൈഫിലും വരും. ഇത് വരണില്ലെങ്കിൽ അർത്ഥം നമ്മളെ താളവും പ്രപഞ്ചത്തിന്റെ താളവും എവിടെയും ഒരു മിസ്മാച്ച് ഉണ്ട് എന്നാ. ഈ താളങ്ങളെ ഇതാക്കാനുള്ള ഒരു സയൻസ് ആണ് വാസ്തുശാസ്ത്രം.
നിർഭാഗ്യവശാൽ നമ്മളവിടെ ചുറ്റളവ് നോക്കൽ മാത്രമാണ് വാസ്തു എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലായിപ്പോയി. ഇപ്പൊ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കൽ മാത്രമല്ല, കണക്ക് നോക്കലിന്റെ ആവശ്യം ആശാരിയുടെ ആവശ്യമാണ്, നമ്മളെ ആവശ്യമല്ല. പുതിയ ശരി സാർ. വീട് ഉണ്ടാക്കുകയാണോ അതൊക്കെയാണ്. പറഞ്ഞോളൂ. പിന്നെ ഒരു സംശയം സാറേ, ഈ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അത് നോക്കി നിൽക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ സാറേ? വാടക വീട്ടിലും നമ്മൾ ഉറങ്ങണില്ലേ? ഉണ്ട്. അപ്പൊ ഒരു 6 മാസം ഒരേ സ്ഥലത്തോ കിടന്നുറങ്ങിയാൽ എന്തുണ്ടാവും? അതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറണം അല്ലേ? യെസ് ബോസ്. അതായത് 2 തരത്തിലാ വാസ്തു ബാധിക്കുക. ഒന്ന്, നമ്മൾ എവിടെയാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ഊർജം നമ്മളെ സ്വാധീനിക്കും. അതാണ് ഒന്നാമത്തത്. അത് ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ പറയുന്നത് സബ് കോൺഷ്യസ് എഫക്റ്റാണ്. അതായത് ഏത് ഉഗാണ്ടയിലാണെങ്കിലും എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും? ഉണ്ടായില്ലേ അല്ലേ? അപ്പൊ എവിടെയാണെങ്കിലും നീ മോശം രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉഗാണ്ടയിൽ നിന്ന് നിങ്ങൾ മരിച്ചാലും നിങ്ങളെ ബോഡി എവിടെ കൊണ്ടുവരും? നിങ്ങളെ വീട്ടിലേക്ക്. അതായത് നമ്മളെ വീടിന്റെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പൊ നമ്മളെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളെ ചുറ്റുപാടുണ്ടാവും. അത് നമ്മളെ വീട് ഇതാവും. അത് നിങ്ങൾ വാടകയ്ക്കാണോ എല്ലാത്തിനാണോ എന്നൊന്നും പഠിച്ചോനറിയില്ല. മൂപ്പർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. നിങ്ങൾ വാടക കൊടുക്കണ്ടോ താമസിക്കാണോ അതൊന്നും ഇല്ല. അപ്പൊ എത്രത്തോളാണോ നമ്മൾ ഒരേ സ്ഥലത്ത് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് സ്വാധീനിക്കുക. അപ്പോ 6 മാസം തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്താകും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാലേ ഇതൊരു ബ്യൂട്ടിഫുൾ സയൻസ് ആണ് കേട്ടോ. നമുക്കിപ്പോ നല്ല ബോധമുണ്ട് ഇല്ലേ? ബോധമുള്ളവരല്ലേ ക്ലാസ്സിലിരിക്കണേ? യെസ്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ ബോധം ഉണ്ടാവുക? ബോധമില്ല. അപ്പൊ എല്ലാ ദിവസവും നമ്മളൊരു 8 മണിക്കൂർ ഇങ്ങനെ ബോധം ഇല്ലാണ്ട് കിടക്കുക. ഈ ചോദ്യം ചോദിച്ച ആളെ പേരെന്താ? പ്രമോദ്. ഇപ്പൊ പ്രമോദ് ജി എപ്പോഴാണ് ഉണ്ടാകുക? പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴാണ് ഉണ്ടാകുക? പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബോധം ഉണ്ടെങ്കിൽ. ഓക്കെ, ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രമോദം ഉണ്ടാവും? ഇല്ല, ഉണരുമ്പോൾ മാത്രം. ഉണരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങുമ്പോ 4 മണിക്കൂർ നമ്മൾ ഡെഡാ, അതായത് മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ വായി നാറുന്നത്. ഡെഡ് ബോഡി എന്താവും? നാറും ഇല്ലേ? അതാണ് എല്ലാ ദിവസവും നമ്മൾ രാവിലെ തന്നെ എഴുതി പല്ല് തേക്കണ്ട്. പല്ല് തേക്കണം നിയമമൊന്നും ഇല്ല, അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ വലിയ പ്രശ്നമാവും. അപ്പൊ പറയണത്രയേ ഉള്ളൂ, ഈ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്, നമ്മളെ ചുറ്റുഭാഗമുള്ളതും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. നമുക്ക് ബോധമുണ്ടോ നമ്മൾ ഇതിൽ നിന്ന് മാറി നമ്മളുടേതായിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ മാറും, ഇല്ലയോ അതും നമ്മളുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മളെ ജോലി സ്ഥലങ്ങൾ, നമ്മളെ വീട്, ഈ ഊർജങ്ങളുമായിട്ട് നമ്മൾ അറിയാണ്ട് നമ്മൾ കണക്റ്റഡ് ആവും. ഇങ്ങനെയാണ് വാസ്തു ബാധിക്കുന്നത്. അല്ലാണ്ട് ചുറ്റളവ് നോക്കിയിട്ടോ അയാൾ പറഞ്ഞിട്ടോ ഇന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടോ ഇന്ന ശ്ലോകം പറഞ്ഞിട്ടോ ഒന്നുമല്ല. നിങ്ങൾ ആരാണോ ശരി, എന്താണെങ്കിലും ശരി, നിങ്ങളെ ചുറ്റുപാട് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഊർജം. ക്ലിയർ? ശരി സാർ. താങ്ക് യു. അടുത്ത ചോദ്യം. സാറേ നമസ്കാരം. പറഞ്ഞോളൂ. സാർ നമസ്കാരം. ഈ കന്നിമൂലയിലെ വീടിന്റെ കന്നിമൂലയിലെ ചുമരിന് കട്ടിങ് പാടില്ല എന്ന് പറയുന്നു, അതിന് വല്ല കാര്യമുണ്ടോ? കട്ടിങ് പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് ഉദ്ദേശിച്ചത്? ആ മൂലയില് ചുമര് നേരെ കൂടുന്നതിന് പകരം ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വരിക. അപ്പൊ ഗ്യാപ്പ് വന്നാൽ ആ മൂല ഉണ്ടോ? ആ മൂല ഇല്ല, മേലോട്ട് കേറുന്നുണ്ട് മൂല. അപ്പൊ കട്ട് വന്നു കഴിഞ്ഞാൽ ആ മൂല ഉണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് കന്നിമൂല എന്ന് പറയുന്നത് നമ്മളെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂല. ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ നാളെ ഒന്നുകൂടി പഠിക്കും, അതെന്തുകൊണ്ടാണ് അത് ഇതാണ് ഇതൊക്കെ. അപ്പൊ ആ മൂല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തെക്ക് പടിഞ്ഞാറ് മൂല വീട്ടിനില്ല എന്നാ. അത് കട്ട് വരിക, ഉള്ളോട്ട് വരിക, ഇനി അവിടെ ടോയ്ലറ്റ് ആകുക, ഇതൊക്കെ വരുമ്പോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ആ തെക്ക് പടിഞ്ഞാറ് മൂല നമുക്ക് എഫക്റ്റിൽ ഇല്ല. അപ്പൊ അതില്ലെങ്കിൽ ആദ്യം തന്നെ ചേട്ടനോടുള്ള ചോദ്യം, ഇത് ആരാണ് അത് പറഞ്ഞത് മൂല ഇല്ല എന്ന് പറഞ്ഞ ആള്? ഇത് വയനാട്ടിലാണ് സാറേ. പേരൊന്ന് പറയും. ശശിധരൻ. അപ്പൊ ശശിയേട്ടാ വീട്ടിൽ ആർക്കൊക്കെയാ കാലുവേദന ഉള്ളത്? വൈഫിനുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് ഒന്നാമത്തെ അതിന്റെ. ആരൊക്കെ തെക്ക് പടിഞ്ഞാറ് മൂല, നിങ്ങൾ ആർക്കൊക്കെ വീട്ടിന് പ്രശ്നമുണ്ടോ കാലിന് വേദന ഉണ്ടാവും. കാലിന്റെ അടിയിൽ നിന്ന് ഒരു സൂചി എടുത്ത് കുത്തുന്നതിന് ഒരു വേദന വരും. ഇത് എന്തുകൊണ്ടാണ് ചെയ്ത്? ആരും ഒന്നും ചെയ്തിട്ടല്ല, അത് അങ്ങനെയാണ്. അത് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്.
അപ്പൊ അത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം അവിടെയാണ് നമ്മൾ ധനം വെക്കേണ്ട ഏരിയ. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ പഠിക്കും അത്. അപ്പൊ ഇതൊരു ദോഷം പ്രശ്നം എന്നല്ല, നമ്മൾ ഇന്നാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് വേണ്ട അസുഖം എന്താണെന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ട മരുന്ന് കൊടുക്കുക, മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് ഇന്ന കഞ്ഞിമൂല ഇതാണെന്നും പറഞ്ഞിരുന്നിട്ട് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ക്ലിയർ? ഓക്കെ, അടുത്ത ചോദ്യം. നമസ്കാരം. എന്റെ പേര് പറഞ്ഞോളൂ. കോഴിക്കോട് നിന്നാണ്. പറഞ്ഞോ. ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ ഞാൻ എഞ്ചിനീയറാണ്. നമ്മൾ വെരി ഗുഡ്, പല പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. വെരി ചെയ്ത് ഗുഡ്. നമുക്ക് അനുഭവപ്പെടുന്ന ചെറിയ മാക്സിമം നമ്മൾ വാസ്തുവിന്റെ ചെറിയ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. വെരി എന്ന് ഗുഡ്. അനുഭവപ്പെടുന്ന ചില ക്വസ്റ്റ്യൻ ആണ് സാറോട് ഞാൻ ചോദിക്കാനുള്ള ഉദ്ദേശം. ചോദിച്ചോളൂ, അതായത് ചോദിച്ചോളൂ. പല അബ്രോഡ്സ് ഉള്ള ആളുകളായിരിക്കും പല നമ്മൾ ക്ലയൻസ് ഉണ്ടാവുക. അപ്പൊ അവർ അതെ, നിങ്ങൾ വെറുതെ എന്തിനാ ഇങ്ങനെ, ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ കന്നിമൂല കാര്യങ്ങളൊക്കെ കേരളത്തിൽ മാത്രമേ കണക്ക് നോക്കിയിട്ടുള്ളതുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ വിദേശ രാജ്യത്തിലും ഉണ്ട്, അവിടെ പേര് മാറുന്നത്രേ ഉള്ളൂ. നമ്മളിവിടെയുള്ള കണക്ക് നോക്കിയിട്ടുള്ള സിസ്റ്റം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാ രാജ്യത്തിലും ഉണ്ട്. അതായത് അറേബ്യൻ വാസ്തു, എന്താ ഇറ്റാലിയൻ വാസ്തു, ഫെങ്ഷുയി, ഇങ്ങനെ പല പല പേരുകളിലുമായിട്ട് അത് മാറണം, അത്രേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഉണ്ട് വാസ്തു. ആണല്ലേ? പക്ഷെ എന്താ പറയുന്നത്, ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഇല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നുള്ള ഒരു അവസ്ഥ വരുന്നതാണ് എന്ന് പറയും. എന്നാലും നമുക്ക് അറിയുന്നത് നമ്മളെ കേരള വാസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. കന്നിമൂല പ്രകൃതിബദ്ധമായുള്ള കാര്യങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നു. പക്ഷെ ഇതിനെ നമുക്ക് ഒന്നും പറയാനുള്ള ഒരു വോയിസ് നമുക്ക് കിട്ടുന്നില്ല. ഇതിനെന്താണെന്ന് അറിയാം കാര്യം. എനിക്ക് മനസ്സിലായി അത്. അപ്പൊ ഇതെന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒന്നും കൂട്ടിയാല് 2 ഇതൊരു പ്രൂവൻ ആണ്. നമുക്ക് അത് അറിയുന്നേ. അപ്പൊ നമ്മള് സയൻസ് പറയുന്നത് H2O എന്ന് പറഞ്ഞാല് വെള്ളമാണ്, അല്ലേ? അപ്പൊ ഞാൻ പറയാണ്, നിങ്ങളെ വീട്ടിന്റെ കന്നി മൂലയില്, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുകയാണെങ്കിൽ 10 മാസം കൊണ്ട് കുട്ടി ഉണ്ടാവും ഞാൻ പറഞ്ഞാലോ? എല്ലാരും ചിരിക്കൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഇതൊരു എക്സ്പീരിയൻസ് ഉള്ള സയൻസ് ആണ്. മറ്റേത് മാതിരി സാധാരണ സയൻസിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് എക്സ്പീരിയൻസിനെ അളക്കാനുള്ള സ്കെയിൽ ഇല്ല അതിന്. അനുഭവത്തിന് എങ്ങനെ അളക്കുക എന്നുള്ളത് സയൻസിന് അറിഞ്ഞൂടാ. കാരണം അനുഭവ ഇപ്പൊ അടപ്രഥമൻ കഴിച്ച ഒരാൾക്കല്ലേ ഉള്ളൂ അടപ്രഥമനെ പറ്റിയിട്ട് പറഞ്ഞാലേ അറിയുള്ളൂ, അല്ലേ? അല്ല, കഴിക്കാത്ത ഒരാളുടെ അടുത്ത് അടപ്രഥമൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുക. അതാണ് ഇതിന്റെ സംഭവം. അപ്പൊ നമ്മളിത്രേ വേണ്ടുള്ളൂ. ഇങ്ങനെ ഒരു സയൻസ് ഉണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് അതിൻ്റെതായ ഗുണം ഉണ്ടാവും. നമ്മളെ ഡ്യൂട്ടി കുതിരേന്റെ മുന്നിൽ വെള്ളം വെക്കുക എന്നാ, കുടിക്കണോ വേണ്ടയോ എന്നുള്ള കുതിര തീരുമാനിക്കുക. ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഇത് പഠിച്ചോളൂ, ഒന്നും കൂടി ഉപയോഗപ്പെടുത്തിക്കോളൂ, റിസൾട്ട് വരും. നമ്മളൊരു ശാസ്ത്രത്തിനെ നമ്മൾ പാലിക്കുകയാണ്, ആ ശാസ്ത്രം നമ്മളെ പാലിച്ചോളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ. ഒരുപാട് റിസൾട്ട് വരുന്നുണ്ട്. വിദേശത്തുള്ളവരൊക്കെ ക്ലയന്റ് ഉണ്ട്. അപ്പൊ ഓൺലൈനായിട്ട് ഇവൻ പല സ്ഥലത്തുള്ളതും ഞാൻ സൂമിൽ കൺസൾട്ടും ചെയ്യാറുണ്ട്. ഒരുപാടുണ്ട്, യൂറോപ്യൻ കൺട്രീസിലുള്ളതും അറേബ്യൻ കൺട്രീസിലുള്ളതും ഒക്കെ ഉണ്ട്. അത് നമ്മൾ വിചാരിക്കേണ്ട വേറെ ആരും ഉപയോഗിക്കുന്നില്ല എന്നൊന്നും, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് അവരുടെ ലാംഗ്വേജിൽ മാറും, അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. തുടർന്നുള്ള ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക, അപ്പം കൂടുതലായിട്ട് മനസ്സിലാക്കുക, ഉപയോഗപ്പെടുത്തുക കേട്ടോ. താങ്ക് യു. അടുത്ത ചോദ്യം. നമസ്തേ സർ. ഈ തെക്ക് പടിഞ്ഞാറേ മൂല, ഈ കന്നിമൂലയിലുള്ള റൂമിൽ നമ്മൾ കിഴക്കോട്ട് തലവെക്കാൻ സൗകര്യം ഇല്ലാത്ത ഒരു മുറിയാണെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുമല്ലോ, അത് കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, കിടക്കുമ്പോൾ തല എങ്ങോട്ടാ വെക്കേണ്ടത്, അതല്ലേ ചോദ്യം. കിഴക്കോട്ട് വയ്ക്കാൻ സൗകര്യം ഇല്ലാത്ത ഒരവസ്ഥയില് കിഴക്കോട്ട് വെക്കണേ പാടുള്ളൂ എന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ടാ? ആകെക്കൂടി ഒരൊറ്റയൊന്നേ ഉള്ളൂ, പച്ച മലയാളത്തിൽ പറയുള്ളൂ, വടക്ക് തലയും വടക്ക് വെക്കരുത്. ഇത് മാത്രമേ ഉള്ളൂ. ഏറ്റവും റിസൾട്ട് വരിക തെക്കോട്ട് തല വെച്ചാലാണ്. അതായത് നമ്മളെ പോസിറ്റീവ് എന്ന് പറയുന്നത് തല, നമ്മളെ നെഗറ്റീവ് എന്ന് പറയുന്നത് കാലിന്റെ അടി. ഓക്കെ, ഒരു ബാറ്ററി എടുക്കുക, അപ്പൊ ഒരു പോസിറ്റീവ് പോളും ഉണ്ട്, ഒരു നെഗറ്റീവ് പോളും ഉണ്ട്, അല്ലേ? അപ്പൊ ഭൂമിയുടെ പോസിറ്റീവ് എവിടെയാ? നോർത്ത് പോൾ.
നോർത്ത് പോൾ. വെരി ഗുഡ്. നോർത്ത് പോളാണ് പോസിറ്റീവ്. ഇപ്പൊ ഭൂമിയുടെ നെഗറ്റീവ് പോളോ? സൗത്ത്. സൗത്ത്. വെരി ഗുഡ്. അപ്പം ബാറ്ററി റീചാർജ് ചെയ്യണം. അപ്പൊ എങ്ങനെ ഇടണം? പോസിറ്റീവും പോസിറ്റീവ് ആണോ അതോ പോസിറ്റീവും നെഗറ്റീവ് ആണോ? പോസിറ്റീവും നെഗറ്റീവും അല്ലേ? വെരി ഗുഡ്. അതായത് നമ്മളെ തല എന്ന് പറയുന്ന പോസിറ്റീവ് ഭൂമിയുടെ നെഗറ്റീവായ തെക്കോട്ട് വെച്ച് കിടക്കണമെന്ന്. അപ്പൊ നമ്മുടെ കാല് എങ്ങോട്ടേക്കാവും? വടക്കോട്ട്. വടക്ക് എന്ന് പറഞ്ഞാല് പോസിറ്റീവ്, കാല് എന്ന് പറഞ്ഞാല് നെഗറ്റീവ്. അപ്പം ബാറ്ററി ഫുൾ രാവിലെ എഴുതി കാണിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇത് കൃഷ്ണൻ പറയണയാണ് അർജുനനോട്, ധനുർധരന്മാർ തെക്കോട്ട് തലവെച്ച് കിടക്കണം എന്നുള്ളത്. ധനുർധരൻ അതായത് ആര് ആക്റ്റീവ് ആകാൻ ആഗ്രഹിക്കണോ അവര് തെക്കോട്ട് തലവെച്ച് കിടക്കണം. അതാണ് കറക്റ്റ്. പിന്നെ കിഴക്കോട്ടേക്ക് തലവെച്ച് കിടക്കുക എന്നുള്ള പണ്ടേ ഇവിടെ ഉള്ളൊരു രസമാണത്. സന്യാസിയാകാൻ നല്ലതാണ് കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നത്. പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്, മയ്യത്തായാൽ തെക്കോട്ടാണ് തലവെക്കുക. അതുകൊണ്ട് പക്ഷെ ഒരു സത്യം പറഞ്ഞുതരാം, എല്ലാ ദിവസവും നിങ്ങൾ മയ്യത്താകുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ മരിച്ചു പോകുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള റീജുവനേഷൻ. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ വായ നാറുന്നത്. അപ്പൊ എന്തായാലും എല്ലാ ദിവസവും മരിക്കണില്ലേ? അത് മര്യാദയ്ക്കൊന്ന് മരിച്ചൂടെ? അപ്പൊ തെക്കോട്ട് തലവെച്ച് കിടക്കുകയാണോ നല്ല ഊർജം വരും, നല്ല ആക്റ്റീവ് ആവും. ഞാൻ കുറേ വർഷമായിട്ട് ഒരു 10-40 വർഷത്തിൽ മേലെയായിട്ട് ഞാൻ തെക്കോട്ട തലവെച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഇപ്പോൾ ഇന്നും കൺസൾട്ടിങ്ങും അതും ഇതൊന്നും ഇപ്പൊ ഞാൻ കോയമ്പത്തൂരിനാണ് വരുന്നത്. പക്ഷെ അതിന്റെ ഒരു ടയേർഡ്നെസ് ഒന്നും എനിക്ക് വരാറില്ല. ഞാൻ എപ്പോഴും ആക്റ്റീവ് തന്നെയായിട്ടാണ്. അല്ല പറയണതാണ്, ഒന്ന് കടന്നു നോക്ക് തെക്കോട്ട്. ഇനി കിഴക്കോട്ടേക്കേ പാടുള്ളൂ, അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല. ആ കൂടി ഒരൊറ്റ നിയമമേ ഉള്ളൂ, വടക്ക് തലയും വടക്ക് വെക്കരുത്. അതെന്താ വടക്ക് വെച്ചാല്? ഈ റീചാർജിങ് സിസ്റ്റം തകരാറില്ല. അതായത് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ കാന്തം കണ്ടിട്ടില്ലേ, നേരെ ഇങ്ങനെ വടക്കോട്ടേക്ക് തന്നെ ഇതാണ്. അപ്പൊ നമ്മളെ സിസ്റ്റം വടക്കോട്ടേക്ക് തലവെച്ച് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നോർത്ത് പോസിറ്റീവ് പോളും പോസിറ്റീവ് ആയിട്ട് റിപ്പൽഷനാ വരിക. അത് അപ്പൊ എന്ന് പറഞ്ഞാല് ടയേർഡ് ആവും, ക്ഷീണാവും, പിന്നെ മൈൻഡ് ഒരു കുറച്ചൊരു മന്ദമാവും. അതാണ് വടക്ക് തലയും. അതായത് അത്ര മോശമായ തലയാണെങ്കിൽ പോലും വടക്കോട്ട് വെക്കരുത് എന്നാ. നമുക്ക് എനർജറ്റിക് ആണോ നല്ല പവർഫുൾ ആണോ തെക്കോട്ട് തലവെച്ച് കിടക്കുക കേട്ടോ. ഇപ്പൊ രണ്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കിടക്കേണ്ടി വരും. ഓൾ ദ ബെസ്റ്റ്. അടുത്ത ചോദ്യം. ഹലോ ഹലോ പറഞ്ഞോളൂ. ഞാൻ രാജേഷാണ്. അജയ് പറഞ്ഞോളൂ. അതെ, ഈ കന്നിമൂലയിലെ കിണറുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തൊരു ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ നിശാന്ത് തോപ്പിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കണം. കാരണം നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മനസ്സിലാവില്ലല്ലോ. അവിടെ വന്നു നോക്കിയാലേ ഉള്ളൂ അവിടെ എന്തൊക്കെയാ ഓപ്ഷൻ ഉള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. കന്നിമൂലയിൽ കിണർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾക്ക് ഒരു നോട്ട്സ് തന്നിട്ടില്ലേ? അതിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന എലമെന്റ് എന്താണ്? എർത്ത് എലമെന്റ്, ഭൂമിയാണ്. അപ്പൊ കിണറിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഒന്ന് വെള്ളമുണ്ട്, രണ്ടത് താണു കിടക്കും. ഓക്കെ. നേരെ മറിച്ച് തെക്ക് പടിഞ്ഞാറ് എങ്ങനെയാ വേണ്ടത്? താഴണോ പൊന്തണോ? തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കണം. അപ്പൊ അവിടെ കിണർ വന്നാൽ എന്തായി? പൊന്തിയ കിണർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ പ്രോബ്ലം. ഇത് സ്റ്റഡി ചെയ്യുക. ഇതിന് ദോഷം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, പണ്ടത്തെ ഈ ആശാരിമാര് അവിടെയാണ് കുറ്റി അടിച്ചിട്ട് കിണർ വളർത്തുന്നത്. അതാണ് പണ്ടത്തെ ആശാരിമാരില്ല, ഇപ്പോഴുള്ള ആശാരിമാരും ചെയ്യുന്നുണ്ട്. അത് ഒരു സങ്കടമാണ് അത് കേട്ടോ. അതായത് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഒരാള് വാസ്തുക്കാരനെ വിളിക്കണത് നമുക്കറിയാത്തതുകൊണ്ടാണല്ലോ ഒരാളെ വിളിക്കണത്. അപ്പൊ അവര് വന്നിട്ട് കുറ്റിയടിച്ച് അവിടെ കിണർ വന്നു. നമ്മൾ മാത്രല്ല കുറെ ആളുകൾ അതിന് ഇരയായിട്ടുണ്ട്. ഇതെന്താ കാരണം വെച്ചാല് നമ്മളെ കേരളത്തിൽ ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. അതായത് തമ്പ്രാക്കളും അടിയാങ്ങളും. അപ്പോ തമ്പ്രാക്കള് എപ്പോഴും നല്ല സമ്പന്നായിരിക്കണം, അവരെന്തായിരിക്കണം, ഉയരണം. അങ്ങനെയാണ് ഈ ശാസ്ത്രങ്ങൾ കേരളത്തിലെ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പൊ തമ്പ്രാക്കൾ എന്ന് പറഞ്ഞാൽ ഉള്ളവര്. അപ്പൊ അവരെന്താണ് നല്ലതാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് വടക്ക് കിഴക്കൊക്കെ തന്നെ ഇതാവും. അടിയാങ്ങൾക്ക് ഇട്ട് ഒരു പണി കൊടുക്കുന്നതാണ് കന്നിമൂലയെ കൊണ്ടുപോയിട്ട് കിണർ ഒഴിക്കുന്നത്. പിന്നെ അയാൾക്ക് ഉയരാൻ പറ്റൂല, കാലിന് നല്ല വേദനയുണ്ടാവും. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്താലും ശരി കാണൂല. പിന്നെ ഡോക്ടർക്ക് ഇടക്കിടക്ക് പൈസയും കൊടുക്കേണ്ടി വരും. അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ നടക്കേണ്ട ഓരോ കാര്യങ്ങള് കൃത്യമായിട്ട് നടക്കണം. കല്യാണം കഴിയണം അടക്കം അതിനൊക്കത്തിന് ഒരു പ്രോബ്ലം വരും. അതാണ് ഇതിൻ്റെ ഇത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക, തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കേണ്ടിയ. അത് അതിനൊരു കാരണമുണ്ട്. നമ്മളെ ഒരു പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കേരള വാസ്തുവിൽ ഇല്ല. അതാണ് അതിന്റെ പ്രശ്നം. നമ്മളവിടെ ചുറ്റളവിൽ മാത്രമായിട്ട് നിൽക്കുക. കാരണം മറ്റത് ആക്ച്വലി ചുറ്റളവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? ഇവര് വീട് പണിത് ചുറ്റളവിലാണ്. അവര് ആദ്യം ചുറ്റളവ് അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് പണിതിട്ട് അവസാനം കിണർ കുത്തിയത് ആ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കുത്തി. ഇല്ല, കുഴപ്പമില്ല. അത് നമ്മൾ ഓരോരോ കർമ്മഫലങ്ങൾ പറയാതെ അതും മാറും. വീട്ടിലും ആർക്കൊക്കെയാ കാലുവേദന ഉള്ളത്? കാലുവേദന എല്ലാവർക്കും ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് ഇത്. ഞാൻ നിങ്ങളെ ഇതാക്കിയല്ല കേട്ടോ, പറയാണ്. ഇതാണ് അതിന്റെ എഫക്റ്റ്. ഇത് സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് ഒരു റിയാലിറ്റി. എന്നിട്ട് നമ്മൾ എന്താണോ ചെയ്യാനുള്ളത് അത് സ്റ്റഡി ചെയ്യണം. ചിലപ്പോ അതിന്റെ ഇടയില് വേറൊരാള് പറഞ്ഞു അവിടെ ഒരു മതില് കെട്ടിയിട്ട് ഹൈറ്റിൽ പൊക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മതില് കെട്ടിയിട്ട് കിണറ് വേറെ പുറത്തേക്ക് ആക്കി. എന്നിട്ട് ഇപ്പൊ കാലുവേദനക്ക് ആശ്വാസം ഉണ്ടോ? ഞാൻ കാലുവേദന എപ്പോഴും അങ്ങനെ തന്നെ, ആശ്വാസമൊന്നുമില്ല. അപ്പൊ അതിന് എഫക്ട് വന്നിട്ടില്ല എന്നാണ് അർത്ഥം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എപ്പോഴും അത് മൂടേണ്ടിയൊന്നും വരില്ല. അതിന് വഴി ഉണ്ടാവും. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അത് അവിടെ വന്ന് സ്റ്റഡി ചെയ്യണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളെ ശാസ്ത്രങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ആയാൽ എന്താവും എന്നുള്ളത് പറയാത്തതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് തെറ്റ് ചെയ്യരുത് എന്നുള്ളതിലാ. അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൂല ഉയർന്നിരിക്കണം, ഇതാണ് ശാസ്ത്രം. അപ്പൊ അതിനെതിരെ പണ്ടുള്ള ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിന് ഒരു പണി കൊടുത്തിരുന്നതാണ് ഇത്. ഇപ്പോഴും നമ്മളുടെ ആശാരിമാരായിട്ടുള്ള സഹോദരന്മാർക്ക് ഇത് അറിയാതെ അവരിപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേരളത്തിന്റെ ശാപം. കേരളത്തിൽ മാത്രം എല്ലാ ശാസ്ത്രങ്ങളും വളച്ചൊടിച്ചിട്ട് ചില ആളുകളുടെ ഉന്നമനത്തിനും മറ്റുള്ളവരുടെ കുഴപ്പത്തിനുമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെല്ലാവരും അതിനൊരു എന്താ പറയാ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഇരകളാണ്. അപ്പൊ മനസ്സിലാക്കുക, എന്തൊക്കെയാണുള്ള ആക്കുക, എന്നിട്ട് പറ്റിയത് പറ്റി മുന്നോട്ടേക്കുള്ളത് നോക്കുക. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നോക്കാം. എന്തെങ്കിലും വഴി ഉണ്ടാവും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് പറഞ്ഞോളൂ. എന്റെ പേര് ശ്രീകുമാർ എന്നാണ്. ശ്രീകുമാർജി പറഞ്ഞോളൂ. ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു, കാരണം ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. താങ്ക് യു. നന്ദി. പങ്കെടുത്തതിനെ കൊണ്ടാണല്ലോ ഇതായത്. തീർച്ചയായിട്ടും. എന്നാലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത്. വെരി ഗുഡ്. പറയൂ, ചോദ്യം. സാറ്, ഞാൻ എന്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ എല്ലാം 4 സെന്റ് 5 സെന്റ് സ്ഥലങ്ങളിൽ വീട് വെക്കുന്ന ആൾക്കാർ, ഈ വീടിന്റെ മധ്യത്തില് ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു എക്സാമ്പിൾ, 2 ബെഡ്റൂമുകൾക്ക് കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് വെച്ച് കഴിയുമ്പോൾ അതിന് തെറ്റില്ല. മദ്യം എന്ന് പറഞ്ഞാല് വീട്ടിന്റെ നടുമുറ്റം വരേണ്ട സ്ഥലത്തിനെയാണ് മദ്യം എന്ന് പറയാ. ബ്രഹ്മസ്ഥാനം എന്ന് പറയാം. അവിടെ ടോയ്ലറ്റ് വരാൻ പാടില്ല, അത് സത്യമാണത്. ഈ ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന വഴിയിലൂടെ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മസൂത്രം കടന്നു പോകില്ല, ബ്രഹ്മസൂത്രം നടുക്ക് വരികയുള്ളൂ. സൂത്രം എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി സെന്റിമീറ്റർ മീറ്റർ ഒന്നും ഇല്ല. അപ്പൊ എന്താണെന്ന് വെച്ചാല് സെന്റിമീറ്റർ മീറ്റർ ഒക്കെ എപ്പോഴാ വന്നത്? ഈ ബ്രിട്ടീഷുകാരൊക്കെ വന്നതിന് ശേഷം. അതിന്റെ മുന്നേ നമ്മള് ആക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ പേരെന്താണ്ട്? ശ്രീകുമാർ. ഇപ്പൊ ശ്രീകുമാർജിക്ക് ഒരു വീട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ശ്രീകുമാർജിന്റെ നടുവിരലിന്റെ നടുഭാഗം ഈ ഭാഗം എടുക്കും. എന്നിട്ട് ഇതിന് കണക്കാക്കി ഒരു ഈള് പിടിക്കും. ഈ ഈള് ഒരു 24 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു കോലായി. അങ്ങനെ കോല് 4 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു ദണ്ടായി. ഇങ്ങനെയാണ് ആ കണക്ക് പോവുക. അതിനും വലിയ അളവാകുമ്പോ എന്താവും? ചരടിൽ പിടിക്കും. അപ്പൊ യഥാർത്ഥത്തില് നമ്മളവിടുത്തെ രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ്, ഈ ചരട് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ സൂത്രം ഇടുന്നത്. സൂത്രം മീൻസ് ചരട്. സൂത്രഗ്രാഹി എന്ന് പറയും, അതായത് ചരട് പിടിക്കുന്ന ആള്. അപ്പൊ നമ്മളിവിടെ എന്താ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? അതാണ്. അപ്പൊ ഇത് ഉള്ളതുണ്ട്, കാര്യമുണ്ട്. അത് ഇപ്പൊ വടക്കുന്നും
തെക്കോട്ടും അതുമാതിരി തന്നെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടൊക്കെയുള്ളതാണ് പ്രധാനമായിട്ട് സൂത്രം പറയുക. 7 തരത്തിലുള്ള സൂത്രം ഉണ്ട് കേട്ടോ. അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് സീരിയസ്ലി പഠിക്കണം. അപ്പോ യഥാർത്ഥത്തിൽ ഊർജം വരുന്നത് വടക്കുന്നും കിഴക്കുന്നുമാ. അതെ. അപ്പൊ ഈ കിഴക്ക് ഭാഗം നടുക്ക് വന്നാൽ അതൊരു ബ്ലോക്കിംഗ് ആണ്. സൂര്യപ്രകാശം മനസ്സിലായി. കത്തില്ല. മനസ്സിലായി. നേരെ കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തായി വെച്ചിട്ട് തെറ്റില്ല. കാരണം അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, വരാനില്ല. അതുകൊണ്ട് അവിടെ ആയാലും ഒരു തെറ്റുമില്ല. അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത്, വടക്കുന്നാണ് കുബേരൻ എന്ന് പറയുക. അപ്പൊ കുബേരനുള്ളിലേക്ക് വരണം. അതേസമയത്ത് തെക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഒന്നും ഒരു പ്രശ്നമില്ല. തെക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ആകാം. അപ്പൊ സാർ ഈ സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് മൂല വരുന്നതുകൊണ്ട് ഞാനിതിലിപ്പോ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ആരും വിളിക്കാണ്ടായി പോവില്ലെന്ന്. അല്ലല്ല, 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കില്ല. ഈ ഒരു സംശയവും അതും കൂടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സെപ്റ്റിക് ടാങ്ക് വരേണ്ടത് ഒന്നുകിൽ തെക്ക് വശത്ത് വരിക അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വരിക കേട്ടോ. ഓക്കെ സാർ, ഓക്കെ. അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാം. നോ ഇഷ്യൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഏതായാലും നല്ല ചോദ്യങ്ങളായിരുന്നു. നമ്മൾ എന്താണെന്ന് അറിയാം, ഇതിന്റെയൊക്കെ പിന്നിലുള്ള സയൻസ് ഒക്കെ മനസ്സിലാക്കി അതെന്താണെന്ന് ചോദ്യം ചെയ്യുക. അത് അയാൾ പറഞ്ഞാണ്, അതുകൊണ്ട് അങ്ങനെയെന്നല്ല. ഇല്ല. നല്ല ചോദ്യങ്ങളായിരുന്നു കേട്ടോ. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. ഏതായാലും പങ്കെടുക്കുന്നതിൽ ഒരു അഭിപ്രായമൊക്കെ എഴുതിയിടുക, നല്ലതാണ് കേട്ടാ. അടുത്ത ചോദ്യം. താങ്ക് യു സാർ. നമസ്തേ, പറഞ്ഞോളൂ. സാറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ, സാർ ഇപ്പൊ വീട്ടിൽ വന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു നമ്പർ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് എഴുതി വെച്ചോളൂ. 2 നമ്പറുകളുണ്ട്. 9744 830 888 888 9744 830 888. ഇതാണ് ഒരു നമ്പർ. രണ്ടാമത്തെ നമ്പർ നിങ്ങൾ 9 രൂപ അടച്ച നമ്പറില്ലേ, അതിൽ വിളിച്ചാലും മതി. അതിൽ വിളിച്ചാൽ ഒരു സാന്ദ്ര എന്ന് പറഞ്ഞ കുട്ടി എടുക്കും. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മോഹനേട്ടൻ എന്ന് പറഞ്ഞ ഒരാളെടുക്കും. ഇവർ 2 ആളെടുത്ത് പറഞ്ഞാലാണ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക കേട്ടാ. നിങ്ങൾ അത് 9 രൂപ അടിച്ച് 8547 969 788 അതിലാണ് നിങ്ങൾ 9 രൂപ അടിച്ചത്. ആ നമ്പറിൽ വിളിച്ചാലും മതി. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് സമയവും അതൊക്കെ പറഞ്ഞു തരും കേട്ടാ. ഏതായാലും സന്തോഷം. നാളെ നമുക്ക് ഇതേപോലെ തന്നെ നാളെ 8 മണിക്ക് തന്നെ തുടങ്ങാം കേട്ടോ. ഒന്നുമില്ല, ഞാൻ കോയമ്പത്തൂരാണ്, എത്താൻ കുറച്ച് നേരം വൈകിപ്പോയി, അതുകൊണ്ടാണ് 8:30 ആയത്. നാളെ നമുക്ക് 8 മണിക്ക് തന്നെ ആകാം. ഓക്കെ അല്ലേ? ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ, ഇതിന് നമുക്ക് നിർത്താം. എന്തെങ്കിലും ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ. ഹലോ, ഞാൻ ബിജു, ബിജു സാർ പറഞ്ഞോളൂ. നമസ്കാരം ആചാര്യ. ഞാൻ ഒരു സംശയം ചോദിക്കണം. നമ്മുടെ ഈ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ അടുപ്പ് വരുന്നതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടോ? ഇല്ല, വടക്ക് പടിഞ്ഞാറ് മൂലയിൽ അടുപ്പാകാം. വായുകോൺ എന്നാ പറയുക. അതായത് നമ്മളെ കേരളത്തില് സാധാരണ നമ്മളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വരിക വടക്ക് പടിഞ്ഞാറ് മൂലയിലൂടെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അവിടെ ജനല് തുറന്നിട്ട് നല്ല കാറ്റായിരിക്കും. അപ്പൊ വടക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള അടുക്കളക്ക് ഒരു നിയമമുണ്ട്. അതായത് നേരെ സാധാരണ നമ്മൾ പാചകം ചെയ്യുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാ പാചകം ചെയ്യുക അല്ലേ? പക്ഷെ ഇവിടെ കിഴക്ക് ഭാഗത്ത് അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്നുള്ള കാറ്റ് വന്നിട്ട് തീ ആളിക്കെട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മള് എന്താ മമ്മൂട്ടീന്റെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, അത് വലിയൊരു പ്രസ്ഥാനമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ്രോണ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട ഓർമ്മയുണ്ടാ? ഗുഡ്. അപ്പോ ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറുള്ള അടുക്കളയില് വടക്കോട്ട് തിരിഞ്ഞു വേണം പാചകം ചെയ്യാൻ. എന്താണ് പറഞ്ഞത്? ശരി, മനസ്സിലായി. വടക്ക് പടിഞ്ഞാറുള്ള അടുക്കളയിൽ വടക്കോട്ട് തിരിഞ്ഞ് പാചകം ചെയ്യുക, അങ്ങനെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. വടക്ക് പടിഞ്ഞാറ് അടുക്കളയാകാം കേട്ടോ. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ മാത്രമേ ഉള്ളൂ അടുക്കള വരാൻ പാടില്ലാത്ത സ്ഥലമുള്ളൂ. വടക്ക് പടിഞ്ഞാറാകാം, നല്ലതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാരും ഒന്ന് കണ്ണടച്ച് വെക്കുക, നെട്ടലൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഭൃഗുരത്രീർവസിഷ്ഠശ്ച വിശ്വകർമാമയസ്തദാ നാരദോ നഗ്നജിച്ഛൈവ
വിശാലാക്ഷ പുരന്ദര ബ്രഹ്മാ കുമാരോ നന്ദീശ ശൗനഗോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തദാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തു ശാസ്ത്രോപദേശക 18 ഋഷിമാരുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവരും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയട്ടെ. ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ, മനസ്സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരുപാട് സമൃദ്ധിയിൽ ജീവിക്കാൻ പറ്റട്ടെ. എല്ലാവരും അനുഗ്രഹിക്കുക, എല്ലാവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, സാവധാനം കണ്ണുറക്കുക. ജയ് ഗുരു. വീണ്ടും സന്ധിക്കും വരെ വണക്കം. നാളെ വീണ്ടും കാണാം 8 മണിക്ക്. താങ്ക് യു. ക്ലാസ്സിലുള്ള നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കുക, ഒക്കെ എഴുതി വെച്ചേക്കുക. ഇപ്പൊ വാട്സപ്പിൽ അധിക കാലം നിൽക്കില്ല, അത് പോവും. അപ്പൊ ഒരു നോട്ട് ബുക്കിലായിട്ടും പകർത്തി വെച്ചേക്കുക കേട്ടോ. പിന്നെ അത് കിട്ടിയെന്ന് വരില്ല. വാട്സപ്പിൽ ഒക്കെ ഉള്ളത് അത് ഇതായിപ്പോ, പിന്നീട് അത് മിസ്സായിപ്പോ, പിന്നെ അത് സങ്കടപ്പെടും. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ കിട്ടുന്ന അതാത് ദിവസത്തെ തന്നെ നോട്ട് ചെയ്തേക്കുക. നാളെ വീണ്ടും കാണാം 8 മണിക്ക്. ഓൾ ദ ബെസ്റ്റ്. നമസ്തേ. താങ്ക് യു സർ. നമസ്തേ.